Okay. Good afternoon. Good afternoon, Miss. Hello. ഫയർ സ്റ്റാർട്ട് ചെയ്യുവാണേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. Good afternoon all. Thought of the day. Thought of the day. The best way to find yourself is to lose yourself in the service of others. Mahatma Gandhi. Thank you. Signing. കരതലമറിയാതെ ഇന്നുമേറെയോർമകൾ പൊന്നും തേനും വയമ്പും തരും പുണ്യമേ ജതി സുരലയ ബന്ധനം ധന്യമേ മുഖമനസുഖ സംഗമം മൗനം പോലും പാടും കാലം നിന്നു തേങ്ങും മൗനം പോലും പാടും കാലം നിന്നു തേങ്ങും ഓ സുഖകരമൊരു നൊമ്പരം ആലാപനം തേടും തായ്മനം ആലാപനം തേടും തായ്മനം വാരിളം പൂവേ ആരിരം പാടാം താരിളം തേനേ ആരിരോ ആരോ. സൂപ്പർ ആയിരുന്നല്ലോ. സൂപ്പർ. അതെ. Good afternoon to all. Good afternoon, Miss. Good afternoon. മിസ്സേ, ജയശ്രീ ചേച്ചി കയറിയായിരുന്നു, പക്ഷെ ക്ലാസ്സിലാണ്. അപ്പൊ ഭയങ്കര കയറാൻ പറ്റില്ല വന്നാ. ക്യാമറ ഓൺ ചെയ്യണമെന്നില്ല, ആള് കണ്ടാ മതി, കേട്ടാലും മതി. ഓക്കെ, നമ്മളെ പറഞ്ഞു എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് നേച്ചർ ഇന്റലിജൻസ് എന്താന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ, കണ്ടുപിടിച്ചില്ലേ? സിമ്പിൾ ടേംസിൽ നമുക്ക് എന്ത് പറയാം? നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ എന്ത് മനസ്സിലാക്കാനായിട്ട് പ്രാപ്തരാക്കുന്നു? നേച്ചർ ഇന്റലിജൻസ്. ആരുടെ നേച്ചർ ഇന്റലിജൻസ് ആണ്? ആരുടെയാണ്? ഇൻഡിവിജ്വൽസിന്റെ, അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയർ, അതായത് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ ആ മെഷർമെന്റ്സുകൾ, അതായത് അവരുടെ സ്കില്ല് വ്യത്യാസമാണ്, ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഈ മെഷർമെന്റ്സ്, അതിനാണ് മെഷർമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ കുട്ടിയുടെ നേച്ചർ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് ഇവിടെ നേച്ചർ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദ ചൈൽഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? കുട്ടിയുടെ നേച്ചർ എന്താണ്, അതിന്റെ മെഷർമെന്റ്സ്, അതായത് ഓരോ കുട്ടികളുടെയും സ്കില്ലില്
ഓരോ മെഷർമെന്റ് ആയിരിക്കില്ല അല്ലെ. ഏറ്റവും നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, അതായത് കുറച്ച് പിന്നിലേക്ക് നിൽക്കുന്നവരുണ്ടാവും, രണ്ടിന്റെ മീഡിയത്തിൽ നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെ പല വേരിയേഷൻസ് കുട്ടികളുടെ നേച്ചറിൽ ഉണ്ടായിരിക്കും അല്ലെ, പഠനത്തിലാണെങ്കിലും മറ്റ് ഏരിയാസിലാണെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും അത് അനലൈസ് ചെയ്യാനായിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, next one, it provides guidance and counseling. Education is nothing but providing guidance to the growing child. ഈ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഏത് മേഖലയിലാണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കൊടുക്കുന്നത്? വളർന്നു വരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ട എല്ലാത്തരം മാർഗനിർദ്ദേശങ്ങളും എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഗ്രോയിങ് ചൈൽഡിനെ ആളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഓൾറെഡി എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വളർന്നു വരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ് നേച്ചർ ഇന്റലിജൻസ്? മനസ്സിലായല്ലോ? Ability to understand the nature of the child. കേട്ടോ, ചുറ്റുപാടില് ഒരു ക്ലാസ് അറ്റ്മോസ്ഫിയറിൽ ആ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു കൂടി നമ്മൾ അതിൽ നോക്കുന്നുണ്ട്. സ്കിൽസ് മാത്രമല്ല, അവന്റെ ബിഹേവിയറും നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, then while general psychology deals with the behavior of the individual in a general way, education psychology is concerned with the behavior of the learner in an educational settings. ഇവിടെ ജനറൽ സൈക്കോളജി എന്താണ്, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ്, രണ്ടും പറയുന്നുണ്ട്. എന്തായിരിക്കും ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത്? എന്താണ് അത് ഡീൽ ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, ജനറൽ വേയിലുള്ള ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ആയിരിക്കും. പൊതുവായ ഒരു പെരുമാറ്റം അല്ലെ, അതായത് നോർമൽ ബിഹേവിയർ, അതായത് ജനറൽ വേയിൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നതാണ്. അതായത് സ്റ്റഡി ഓഫ് ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയർ ആണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? സൈക്കോളജിയിൽ പഠിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ എന്താണ് കൺസേൺ ചെയ്യുന്നത്? ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഒരു കുട്ടിയുടെ ബിഹേവിയർ ആയിരിക്കും. യെസ്, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ, അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജി is concerned with the behavior of the learner in an educational settings അല്ലെ. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ ഒരു ലേണർ അല്ലെങ്കിൽ ഒരു പഠിതാവിന്റെ മനോവ്യാപാരങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊന്ന് ടിക്ക് ചെയ്തിട്ടേ കേട്ടോ, രണ്ട് സെന്റൻസ്. ഇനി നോക്കാം, ഇതിന്റെ നേച്ചറുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് മീൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജിനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇറ്റ്സ് നേച്ചർ ഈസ് സയന്റിഫിക് ആസ് ഇറ്റ് അഡോപ്റ്റ്സ് ദ മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻക്വയറി ആൻഡ് സയന്റിഫിക് അപ്രോച്ച് ആസ് യൂസ്ഡ് ബൈ സയൻസ്. ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് എന്ത് തരം അപ്രോച്ചസ് ആണ്, എന്ത് തരം അപ്രോച്ച് ആണെന്നാണ് ഇത് അറിയപ്പെടുന്നത്? സിസ്റ്റമാറ്റിക് എൻക്വയറി അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. നമ്മളെ നോർമൽ പഠന രീതിയല്ല, അല്ലെങ്കിൽ മനഃശാസ്ത്ര രീതിയല്ല ഇവിടെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള. സയന്റിഫിക് മീൻസ് എന്താണ്? സയന്റിഫിക്കിന്റെ മലയാളം ശാസ്ത്രപരമായിട്ടുള്ള പഠനത്തിലൂടെയുള്ള, അതായത് പ്രത്യേകിച്ച് ഒരു സയൻസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ശാസ്ത്രീയമായിട്ടുള്ള നേച്ചർ ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിലുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ, പ്രത്യേകിച്ച് ഒരു സ്കൂൾ സെറ്റിംഗ്സിലെ ബിഹേവിയർ, കുട്ടികളുടെ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ പ്രോസസ്സുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊരു സയന്റിഫിക് അപ്രോച്ച് ആയതുകൊണ്ടാണ്. നമ്മള് ഇതിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സയന്റിഫിക് ആയിട്ടുള്ള നേച്ചർ ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് ഉള്ളത്. മാത്രമല്ല ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് ഉപയോഗിച്ചിട്ടാണ് പലതും കണ്ടെത്തുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? ഇതൊരു സയന്റിഫിക് അപ്രോച്ച് ആണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ? Education psychology is functional in its character and it's not therefore concerned with the content of the subject. ശ്രദ്ധിക്കുക, education psychology is functional in its character and it is not therefore concerned with the content of the subject.
എന്തായിരിക്കും ഇത്? ഫങ്ഷണൽ ആണെന്നാണ് പറയുന്നത്. അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമമാണെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്ന അപ്ലൈഡ് ബ്രാഞ്ച് ആണ് അല്ലെ. ഓൾറെഡി നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന തിയറീസും മെത്തേഡ്സും ടെക്നിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പ്രവർത്തിപ്പിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അതിന്റെ ഫങ്ഷൻസ് ആണ്. അത് ആ തിയറീസിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ എന്താണ്? ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിനുള്ളത്, എഡ്യൂക്കേഷൻ സൈക്കോളജിക്കുള്ളത് കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജി is functional in its character and it is not therefore concerned with the content of the subject. നമ്മൾ ജസ്റ്റ് വെറുതെ തിയറീസ് മാത്രം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല, ആ തിയറി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് ഫങ്ഷണലി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉപയോഗിക്കപ്പെടുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനറിൽ നമ്മളത് റിയൽ ആയിട്ടത് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? സെക്കൻഡ് പോയിന്റ് മെബിയ മനസ്സിലായില്ല? കുറച്ച് അപ്പൊ ബാക്കിയോ? അത്ര ക്ലിയർ ആയില്ല. ഇത്ര ക്ലിയർ ആയി? എന്തുകൊണ്ട് ക്ലിയർ ആയില്ല? അപ്പൊ എവിടെ വരെ മനസ്സിലായി? എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്? എങ്ങനെയാണ് അങ്ങനെ ആലോചിച്ചിരിക്കുകയും നമ്മൾ ഇതിൽ ഒരുപാട് തിയറികൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തിയറി ഉണ്ട്, ടെക്നിക് ഉണ്ട്, ടൂൾസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നു? പ്രവർത്തിപ്പിക്കുകയാണ്. നമ്മൾ എഴുതി വെച്ച തിയറീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികളിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആ തിയറിയിൽ കണ്ടെത്തിയിരിക്കുന്ന തിയറീസ് എല്ലാം തന്നെ നമ്മൾ കുട്ടികളുടെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്തിട്ടാണ് അവരുടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണെന്ന് അർത്ഥമാക്കുന്നത്. ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ ഒരു കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പഠിച്ചില്ലേ ആദ്യ ഭാഗത്ത്? ഓൾറൗണ്ട് ഡെവലപ്മെന്റ് വരാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ, നമ്മൾ പഠിച്ച തിയറീസിലെ കണ്ടന്റ്സുകൾ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു? കുട്ടികളിൽ. പ്രത്യേകിച്ചൊരു വിദ്യാഭ്യാസ സെറ്റിംഗ്സിലാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിന് ഫങ്ഷണൽ എന്ന രീതിയിൽ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫങ്ഷണൽ ക്യാരക്ടർ ആണ് ഉള്ളത്. ഓക്കെ, യെസ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അത്ര വലിയ ബിസി ആയിട്ട് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, ഇതിൽ സിമ്പിൾ ആയിട്ടല്ല ഇത് പറഞ്ഞത്. ഓക്കെ, then it is an applied positive science. ഈ ഒരു ഭാഗം കുറച്ച് ടഫാണ്, അത് എല്ലാവർക്കും ഒക്കെ തന്നെയാണ് കേട്ടോ. It is an applied positive science as it studies fact of behavior and describe the laws guiding them. ഇതൊരു അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണത് എഡ്യൂക്കേഷൻ സൈക്കോളജി. ആണോ? അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണോ എഡ്യൂക്കേഷൻ സൈക്കോളജി? അതെ, അപ്ലൈഡ് ആണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റഡി ചെയ്യുന്നത്? fact of behavior and describe the laws of guiding them. ഇവിടെ നമ്മൾ അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ എന്താണ് ഇവിടെ പഠിക്കുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? എന്തിനെ കുറിച്ചിട്ടാണ്? കുട്ടിയുടെ പെരുമാറ്റത്തെ കുറിച്ചും ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗിലുള്ള കുട്ടിയുടെ പെരുമാറ്റത്തെ കുറിച്ചും. യെസ്, അതായത് എവിഡൻസ് ബേസ്ഡ് ഫംഗ്ഷൻ ആണെന്ന് അല്ലെങ്കിൽ പ്രവർത്തനമാണെന്ന് നമുക്ക് പറയാം. അതായത് എവിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്, അവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു റിയൽ സിറ്റുവേഷൻ. റിയൽ സിറ്റുവേഷൻ മീൻസ് മലയാളത്തിൽ എന്താ പറയാ? നമ്മൾ റിയൽ സിറ്റുവേഷൻ മലയാളം എന്താ? റിയൽ സിറ്റുവേഷൻ യഥാർത്ഥ സാഹചര്യത്തിൽ നമ്മൾ നേരിട്ട് ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് എങ്ങനെയുള്ള കാര്യങ്ങളാണ്? കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ, അതായത് അവരിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ബിഹേവിയറിനെ, അതായത് നമ്മൾ ഓൾറെഡി ഇത് പഠിക്കുന്നതിന്റെ കാരണം നമ്മൾ പറഞ്ഞു ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജ് കഴിയുന്നതിനനുസരിച്ച് കുട്ടികൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4, 5, 6 ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് കുട്ടിക്ക് സംഭവിക്കുന്നുണ്ടോ? ഓരോ ക്ലാസ് കഴിയുമ്പോൾ ബിഹേവിയറിലായിട്ട് സംഭവിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? മൊത്തത്തിൽ ആളുടെ പേഴ്സണാലിറ്റി, ആ ഇൻഡിവിജ്വൽ അയാളുടെ വ്യക്തിത്വത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസം. അക്കാദമിക് ഏരിയാസില്, ആറ്റിറ്റ്യൂഡ് ഏരിയാസില്, സ്കില്ല് മൊത്തം കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോ കാലഘട്ടം കഴിയുന്നത് അല്ലെങ്കിൽ ഓരോ
ഏജ് കഴിയുന്നതിനനുസരിച്ച് ഓരോ സ്റ്റേജ് കഴിയുന്നതനുസരിച്ച് അവനില് പലവിധ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളെയാണ് നമ്മൾ പോസിറ്റീവ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ മാറ്റങ്ങൾക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഓക്കെ, അതിൽ പറയുന്ന അപ്രോച്ചസും കാര്യങ്ങളാണ് ടീച്ചേഴ്സ് ക്ലാസ് മുറിയിൽ അപ്ലൈ ചെയ്യുന്നത്. അതിനാൽ തന്നെ കുട്ടികളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു മനഃശാസ്ത്രം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, കേട്ടിരിക്കാം കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്ന ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്തേ. ഞാൻ പറയുന്ന ഭാഗങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, ഇറ്റ്സ് നേച്ചർ ഈസ് സയന്റിഫിക്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആദ്യത്തെ പോയിന്റിൽ ഇറ്റ്സ് നേച്ചർ ഈസ് സയന്റിഫിക്, അത്രയും മാത്രം, അത്രയും സയന്റിഫിക് എന്ന് മാത്രം അണ്ടർലൈൻ ചെയ്യാം. Then education psychology is functional in character. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജി is functional in its character. അത്ര അണ്ടർലൈൻ ചെയ്യാം. Then it is an applied positive science. Underline. It is an applied positive science. Then it is next one. It is a normative science. It is not a normative science. It is not a normative science. അത് അണ്ടർലൈൻ ചെയ്തേ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇറ്റ് ഈസ് നോട്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നോട്ട് ഇത് നോർമാറ്റീവ് സയൻസ് അല്ല, അഥവാ ഇതൊരു മാനദണ്ഡ ശാസ്ത്രമല്ല എന്നാണ് പറയുന്നത്. എന്താണ് മാനദണ്ഡ ശാസ്ത്രം എന്ന് പറയുന്നത്? മാനദണ്ഡ ശാസ്ത്രം നമ്മള് സ്പെസിഫിക് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ വെച്ച് മാത്രം പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്റെ നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അതായത് ഇല്ലാതെയാണോ മിസ്സേ? എന്തോ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡവും ഇല്ലാതെ പഠിപ്പിക്കുന്നത്? നോർമാറ്റീവ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങളുടെ പുറകെ മാത്രം ചിന്തിക്കുന്ന കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളാണ് നോർമാറ്റീവ് സയൻസിൽ വരുന്നത്. നമ്മളിത് എന്താണെന്നാണ് പഠിച്ചത്? ഇതൊരു അപ്ലൈ പോസിറ്റീവ് സയൻസ് ആണെന്നാണ് പഠിച്ചല്ലേ. എന്തുകൊണ്ടാണ് ഇതിന് പോസിറ്റീവ് സയൻസ് എന്ന് വിളിക്കാൻ കാരണം? എന്തുകൊണ്ടാണ്? എഡ്യൂക്കേഷൻസിന്റെ വാല്യൂസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് എന്ത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ വാല്യൂസിനെയും പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ടെക്നിക്സും മെത്തേഡ്സ് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പറയുന്നത്? അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന എല്ലാത്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന തരത്തിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു നമുക്കൊരു കമ്പാരിസൺ പോലെയാണ് ഈ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു നോർമാറ്റീവ് സയൻസ് അല്ല, ഇതൊരു മാനദണ്ഡ ശാസ്ത്രമല്ല. ഇത് എന്താണ് ഇതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? As it is not concerned with, it is not എന്നാണോ? It is concerned, നോട്ട് വേണ്ട, നോട്ട് വെട്ടിക്കളയാ. It is concerned with the values of education. നോട്ട് എന്നുള്ള ഭാഗം വെട്ടിക്കളഞ്ഞേ, എന്നിട്ട് വായിച്ചു നോക്കിയത്. നോട്ട് മീൻസ് values of education. ഒന്നുകൂടി ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത്. It is not a normative science as it is concerned with the values of education. ഇതൊരു മാനദണ്ഡ ശാസ്ത്രമല്ല. ഇത് എന്തിനെയാണ് കൺസേൺ ചെയ്യുന്നത്? എഡ്യൂക്കേഷന്റെ വാല്യൂസിനെ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങളെയാണ് ഇത് കൺസേൺ ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? നാലാമത്തെ പോയിന്റ്. ഓക്കെ, ലിപിയ ക്ലാസ്സിലില്ലേ? ഇല്ലാന്ന് തോന്നുന്നു മിസ്സേ. Okay. Yes. Next one. Education psychology is a growing science. Education psychology is a growing science. ഇത് വളർന്നു വരുന്ന ഒരു ശാസ്ത്രമാണ്, അല്ലെ? ശരിയാണ്, ആണോ? ഇതൊരു ഡെവലപ്പിംഗ് ഫീൽഡ് ആണ്, അല്ലെ? അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കൂ. ഇതൊരു ഡെവലപ്പിംഗ് ഫീൽഡ് ആണ്. അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ദിനം പ്രതി ഇതിൽ നമ്മൾ പുതിയ പുതിയ കണ്ടെത്തലുകൾ, റിസർച്ച് പർപ്പസുകളൊക്കെ കണ്ടെത്തിയാണ് ഇത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ നല്ല രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഡെവലപ്പിംഗ് ഫീൽഡ് ഓഫ് സൈക്കോളജി ആണ്. സൈക്കോളജി അപ്ലൈഡ് ബ്രാഞ്ചിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന, വളർന്നു കൊണ്ടുവന്നിരിക്കുന്ന ഒരു
മനഃശാസ്ത്ര ശാഖ കൂടിയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല പുതിയ പുതിയ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഡിസ്കവറീസ്, പുതിയ പുതിയ പഠനങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് പുതിയ പഠനങ്ങളും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് പോലുള്ള പല കാര്യങ്ങളും ഇതിൽ നമ്മൾ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് സൈക്കോളജിസ്റ്റുകൾ. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ എന്താണ് ലേണിംഗ് പ്രോസസ്സിന് ഏറ്റവും കൂടുതൽ, അതായത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നീ ഒരു ഭാഗം നമ്മുടെ ഒരു ലേണിംഗ് പഠന പ്രക്രിയയിൽ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളർച്ച നിൽക്കുന്ന ഒരു ശാസ്ത്രമല്ല, ഗ്രോയിങ് സയൻസ് ആയിട്ട് ഇപ്പോഴും, അതായത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖ കൂടിയാണ് എന്താ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊരു സയന്റിഫിക് സിസ്റ്റമാറ്റിക് അപ്രോച്ചസ് കൂടിയാണ് എന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ? എല്ലാവരും വട്ടി പിഴിഞ്ഞ പോലെ കേട്ടിരിക്കണം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയോ എന്തായിരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്? നമ്മളെ നോർമലി എടുക്കുന്ന ഒരു സബ്ജക്ട് പോലെ അല്ല ഇത്, അല്ലെ? സിസ്റ്റമാറ്റിക് അപ്രോച്ചസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു പോസിറ്റീവ് സയൻസ് ആണ്, സയന്റിഫിക് മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. മെത്തേഡ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ചാപ്റ്റർ തീരുമ്പോൾ കുറച്ചുകൂടി പിടിയിട്ടു എന്താണെന്നത് കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. Scope of education psychology. As we saw above, the subject matter of education psychology revolves around the 5 key factors of the education process. അപ്പൊ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് 5 ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് കടന്നു പോകുന്നത്. അതായത് 5 ഫാക്ടർ എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് മെയിൻ 5 കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? The learner, the teacher, the learning process, the learning experience and the learning environment. ഓക്കെ, 5 കീ ഫാക്ടർ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഈ 5 കീ ഫാക്ടറിനുള്ളിലാണ് ഇതിന്റെ സ്കോപ്പ് കിടക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആദ്യം നോക്കാം എന്താണ് ദ ലേണർ. ആരാണ് ദ ലേണർ എന്നാണ് നമ്മൾ പഠിച്ചത്. ലേണർ ആരാണ്? ലേണർ കുട്ടികൾ. ഒന്ന് ഉറച്ചൊക്കെ പറയേ, സ്റ്റുഡന്റ്. യെസ്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ലേണർ എന്ന് അറിയാനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, അല്ലെ? കുട്ടിയുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് നമ്മൾ അവിടെ നടത്തുന്നു. അവിടെ എന്തൊക്കെ സ്കിൽ ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്, എന്ത് പഠിപ്പിക്കണം, ലേണർ എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത്. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കുട്ടി എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് തിരിച്ചറിയുന്നത്. ഓക്കെ, ടീച്ചർ ആരാണ് ലേണിംഗ് പ്രോസസ്സിലെ? ടീച്ചർ ആരാണ്? ആരാണ് ടീച്ചർ? എഡ്യൂക്കേഷൻ പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ ആണ് ആര്? ടീച്ചർ, അല്ലെ? അധ്യാപിക. യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ അധ്യാപിക്ക് വേണ്ട പ്രത്യേകിച്ചുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. ക്വാളിറ്റീസ് മീൻസ് ആളെങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാ രീതിയിലുള്ള പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു ടീച്ചർ ആയിരിക്കണം. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ പ്രോസസ്സുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുകൂടാതെ തന്നെ എന്താണ് എല്ലാ എഡ്യൂക്കേഷൻ മെത്തേഡ്സിനെ കുറിച്ചും അതോടൊപ്പം തന്നെ തന്റെ കുട്ടിയെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്കില്ല് അധ്യാപികക്കാരാണ്. അതായത് നമ്മൾ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്ന എന്താണ് കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്, അല്ലെ? യെസ്. അപ്പോ അതെല്ലാം തന്നെ വ്യക്തമായ രീതിയിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള രീതിയിൽ തന്നെ ശക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ദ ലേണിംഗ് പ്രോസസ്. ഏത് പ്രോസസ്സുകളാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് ആര് തിരിച്ചറിഞ്ഞിരിക്കണം? ഈ ലേണിംഗ് പ്രോസസ് അറിയുന്നതിന് മുൻപാണ് നമ്മൾ ആരെ മനസ്സിലാക്കേണ്ടത്? കുട്ടികൾ എന്താണ്, അത് ലേണറിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലേണിംഗ് പ്രോസസ് എങ്ങനെ കൊടുക്കാം, അതായത് കുട്ടികളുടെ കപ്പാസിറ്റി എന്താണ്, എന്തൊക്കെ സ്കില്ല് കുട്ടികൾക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് ലേണിംഗ് പ്രോസസ് ആണ് കുട്ടികൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കുള്ളൂ, അല്ലെ? ഏത് മെത്തേഡ് ഓഫ് സ്റ്റഡിയിലൂടെ പഠിപ്പിച്ചാലേ കുട്ടികൾ അത് ക്യാച്ച് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്? ലേണിംഗ് എക്സ്പീരിയൻസ്. കുട്ടികൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയണം? നമ്മൾ കൊടുക്കുന്ന ലേണിംഗ് പ്രോസസ്സ് കുട്ടികൾക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം, അല്ലെ? നല്ല ലേണിംഗ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അവരുടെ ആ ഒരു എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ്, അതായത് കുട്ടിയുടെ കൊടുക്കുന്ന പഠനത്തിൽ നിന്ന് അവർക്ക് എല്ലാത്തരം ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന രീതിയിലുള്ള പഠനമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അത് ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എന്താണ്
അതൊരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ, നല്ലൊരു അനുഭവം ആ കുട്ടിയിൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോ ഒരു പോയോ ആണെങ്കിലും ഒരു സ്റ്റോറി ആണെങ്കിലും പഠിപ്പിക്കുന്നെങ്കിലും ആ സ്റ്റോറി അവന് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ കണ്ടൻസോട് കൂടി, അത് എന്താണെന്ന് അതിന്റെ ഒരു കഴമ്പ് എന്നൊക്കെ പറയില്ലേ നമ്മള്, എന്ത് കഥ എന്ത് കണ്ടൻസ് പഠിപ്പിച്ചാൽ അതിലൊരു കഴമ്പ് ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ കഴമ്പ് മീൻസ് എന്താണ്, കഴമ്പ് എന്ന് പറയുന്നത് ഒരു കഥ പറഞ്ഞു എന്ന് വിചാരിച്ചു, കഥ എന്താന്ന് മനസ്സിലാവാതെ കുട്ടികൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഒരു കഥ പറഞ്ഞു കൊടുത്താല്, ഒരു കഥ പറഞ്ഞു, ടീച്ചർ അവിടെ നിന്ന് കുറെ നേരം ഒരു കഥ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവാഞ്ഞ? അവർക്ക് നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടിയില്ല. കിട്ടാത്തതിന്റെ കാരണം എന്താണ്? ടീച്ചർ തെരഞ്ഞെടുത്ത ലേണിംഗ് പ്രോസസ്സ് തെറ്റായിരിക്കും അല്ലെ. ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെ ടീച്ചർ കഥ പറയുമ്പോൾ ടീച്ചർ പറയുന്ന വാക്കുകൾ കുട്ടികൾക്ക് ജീവനുള്ള വസ്തുക്കളെ പോലെ അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥ കുട്ടിക്ക് എന്ത് തോന്നണം? ഈ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റും മുന്നിലുണ്ടെന്ന് കുട്ടിക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് അത്രയും ക്രിയേറ്റീവ് ആയിട്ട് പറയാൻ പറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം കുട്ടികൾക്ക് എന്താണ്, നമ്മൾ പഠിച്ച ക്ലാസ്സിൽ ചില ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ കേട്ടിരുന്ന് അങ്ങോട്ട് ഇരുന്ന് ശ്രദ്ധിച്ചിരുന്ന് നമ്മൾ കേൾക്കും. ആ ഒരു പീരീഡ് തീരുന്നവരെ നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. എന്തുകൊണ്ടാണത്? ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ. പറയുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അതിനെ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പിന്നെ എന്താണ്, നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ എഡ്യൂക്കേഷൻ ആ ഒരു പ്രോസസ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാല്, നല്ലൊരു എക്സ്പീരിയൻസ് മാത്രം മതിയോ? ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? അവന്റെ ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയിന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ലേണിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം? ലേണറിനും ടീച്ചറിനും ഇടയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. ലേണറും ടീച്ചറും തമ്മിലിടയിൽ എന്തായിരിക്കണമെന്ന്? കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് നന്നായി മനസ്സിലാക്കി ക്ലാസ് റൂം ആയിരിക്കണം എന്നല്ലേ അതില്. എങ്ങനെയായിരിക്കണം? ക്ലാസ് റൂം അവർക്ക് അനുസരിച്ച രീതിയിൽ ഉണ്ടായിരിക്കണം. കാലം ബേസ് ചെയ്തുള്ള രീതിയിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതായത് കുട്ടികളെ നമ്മൾ പുതിയ നോളജ് പഠിപ്പിക്കുന്ന സമയത്ത് അതിന്റെ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഏറ്റവും നല്ല രീതിയിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് എന്ത് ടോപ്പിക്സ് പഠിക്കാനാണെങ്കിലും നമ്മൾ ആദ്യം കുട്ടികളുടെ ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല, മാനസികമായിട്ടുള്ള മെന്റലി പ്രസൻസ് കുട്ടികളുടെ ക്ലാസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. നമ്മളൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് കുട്ടികള് പരസ്പരം ശ്രദ്ധയില്ലാതെ പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാല് ആ ഒരു ചുറ്റുപാട് തന്നെ എങ്ങനെയായിരിക്കും? ഞാൻ ക്ലാസ്സിലിരിക്കുകയാണ്, ഇപ്പൊ അനുമോളും ഐശ്വര്യയും കിടന്നുകൊണ്ട് ക്ലാസ്സിൽ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മര്യാദക്ക് ഒരു നല്ലൊരു അനുഭവം കിട്ടും. നല്ലൊരു ചുറ്റുപാടിലാണോ നിങ്ങൾ ക്ലാസ് ചെയ്യുന്നത്? അല്ല. അപ്പൊ കുട്ടികൾക്ക് ഒരുക്കേണ്ടത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ചുറ്റുമുള്ള ചുറ്റുപാട് കൂടി എങ്ങനെയായിരിക്കണം? പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. യെസ്, ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് അതേപോലെ നിലനിർത്തണം. ഗുഡ് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ നിലനിർത്തണമെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മളിലേക്ക് അടുപ്പിക്കാനാവില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിപ്പിക്കാൻ, ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടല്ല, കുട്ടികള് നമ്മളിലേക്കായിട്ട് തനിയെ വരണം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനറിൽ കുട്ടികൾ തനിയെ വരും. അങ്ങനെ വരാനുള്ള ഒരു ചുറ്റുപാട് ടീച്ചർ എന്ന നിലയിൽ നമ്മളാണത് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇതൊന്നും ഞാൻ പഠിപ്പിച്ചു തന്നെയും കൂടുതൽ നിങ്ങൾക്ക് ക്ലാസ് മുറികളിൽ ചെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് പറയുന്നത് പോലെയല്ല, പറയുന്ന കാര്യങ്ങളെ അല്ല റിയൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്ലാസ് റൂമിൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഈ 5 ഫാക്ടേഴ്സിന്റെ രീതിയിലാണ്. 5 ഫാക്ടേഴ്സ്, ഈ 5 കീ ഫാക്ടറിന്റെ പ്രോസസ്സിലൂടെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ആ ഭാഗം അങ്ങനെ പ്രത്യേകമായിട്ട് നിങ്ങൾ നോക്കേണ്ടതില്ല കേട്ടോ. ഏതാണെന്നുള്ളത് ഞാൻ തീർന്നേക്ക് മുമ്പായിട്ട് പറഞ്ഞുതരാം, അത് പഠിക്കാം. ഓക്കെ, മറ്റന്നാ പരീക്ഷയല്ലേ. ഇനി
ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് പഠിക്കുന്നത്. ഇത് പഠിക്കണം കേട്ടോ. ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി കുറച്ചുകൂടി നേരത്തെ എടുക്കേണ്ട ചാപ്റ്റർ ആയിരുന്നു സാർ. ലാസ്റ്റ് ആയതുകൊണ്ട് ഒന്നും തലയിലേക്ക് കയറുന്നില്ല. ഇല്ല, തലേ കയറും, കേട്ടിട്ട് വിടുള്ളൂ, പേടിക്കണ്ട. ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എന്താണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ലിമിറ്റേഷൻ പോരായ്മകളല്ലേ? പോരായ്മ. അതെന്താണ്? നിബന്ധന പരിധികൾ അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. എനർജറ്റിക് ആൻഡ് പവർഫുൾ. നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാണ്ട് പോകുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? അങ്ങനെയാണോ? ഒട്ടും മനസ്സിലാവാതെയാണോ പോണേ? അല്ല മിസ്സേ, മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു സബ്ജക്റ്റിന്റെ കുഴപ്പവും അങ്ങനെയാണ്. പെട്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത് നമ്മുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് വരുന്ന സമയമാണ്. നിങ്ങൾക്ക് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ശ്രദ്ധ ഓക്കെ, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. നോക്കാം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. എന്താന്ന് നോക്കാം കേട്ടോ. നോക്കാം. Energetic and powerful nature of human behavior sets a number of limitations to the application of psychology to solve education problems. Okay, നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഡൈനാമിക് നേച്ചർ ആണ്. നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത്, കുട്ടിയുടെ സ്വഭാവം, ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ചലനാത്മകതയുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പറയാ, പവർഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല. നമ്മുടെ ബിഹേവിയർ എപ്പോഴും എങ്ങനെയാണ്? മിന്നി മാഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു സമയത്ത് നിലനിൽക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മൾ ഒരു ഇമോഷൻ തന്നെ കുറെ സമയം ഹാൻഡിൽ ചെയ്യുമോ? നമ്മൾ കുറെ നേരം കരഞ്ഞുകൊണ്ടിരിക്കുവോ? കുറെ നേരം ചിരിച്ചുകൊണ്ടിരിക്കുവോ? ഇല്ല, എപ്പോഴും മാറി മാറിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബിഹേവിയറിൽ ഇത്ര വ്യത്യാസങ്ങളും അല്ലെങ്കിൽ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് പോരായ്മകൾ അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഓക്കെ, അതായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റേഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഓക്കെ, ആ പോയിന്റ് നോക്കണ്ട. ആ പോയിന്റ് അവിടെ നിന്ന് കിടന്നോട്ടെ. കുറച്ചുകൂടി എളുപ്പമായിട്ട് പറയാം. നിങ്ങൾ നെക്സ്റ്റ് പോയിന്റ് ഒന്ന് നോക്കിയേ. ലിമിറ്റേഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യം നോട്ട് ചെയ്തേ. ഞാൻ പറയുന്നത് നോട്ട് ചെയ്യാം. അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അത് എഴുതിയാൽ മതി കേട്ടോ. അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. എന്നിട്ട് ഓരോന്നും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയാൻ കാരണം? അപ്രതീക്ഷിതമായ രീതിയിലുള്ള മാനസികമായ സ്ഥിരമായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കില്ല ആളുകൾക്ക്. എപ്പോഴും അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒപ്പീനിയൻസ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. യെസ്. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരേപോലെ തന്നെയായിരിക്കില്ല അവരുടെ ബിഹേവിയർ പോകുന്നത് അല്ലെ? എന്ത് വരാം, ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയർ ചിലപ്പോൾ കുഞ്ഞ് കാണിച്ചു തരിക്കാം അല്ലെ? ശരിയല്ലേ? ഇതേപോലെ തന്നെ കുട്ടി പറയൂ, കുട്ടി ചിന്തിക്കൂ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്ന പോലെ തന്നെ ചിന്തിക്കണം, ഞാൻ പറയുന്ന പോലെ അവന്റെ ഇമോഷൻസ് വരണം, ഞാൻ പറയുന്ന പോലെ അവൻ പ്രവർത്തിക്കാവൂ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തൊക്കെ തിയറീസും നമ്മുടെ ടെക്നിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ തിയറീസും ടെക്നിക്സും അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും അല്ല നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെ? അതേപോലെ തന്നെ എല്ലാവരിലും ഒരേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്തുകൊണ്ടാണ്? അൺപ്രഡിക്റ്റബിൾ നേച്ചർ ആണ് ആർക്കുള്ളത്? ഹ്യൂമൻ അല്ലെ? മനുഷ്യനുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ 5 കീ ഫാക്ടർ പഠിച്ചില്ലേ? ദ ലേണർ, ദ ടീച്ചർ, ലേണിംഗ് എക്സ്പീരിയൻസ്. ഇത് നമുക്ക് പറഞ്ഞു വെച്ച പോലെ തന്നെ പഠിപ്പിക്കാൻ പറ്റുമോന്ന് അറിയാൻ പറ്റില്ല. അതായത് നമ്മുടെ കുട്ടീനെ നമുക്ക് വ്യക്തമായിട്ട് ചിലപ്പോ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, വലിയ കുട്ടി, നമ്മുടെ ക്ലാസ്സിൽ 50 പേരുണ്ട്. 50 പേരെ ഉള്ളിലോട്ട് ചെന്ന് നോക്കാൻ പറ്റും നമുക്ക്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? അൺപ്രഡിക്റ്റബിൾ ആണ് അവരുടെ നേച്ചർ. നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അതിപ്പോ ടീച്ചറിന്റെ ആണെങ്കിലും എന്താണ്,
ടീച്ചറിന്റെ ഏതെങ്കിലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഹ്യൂമൻ ബിഹേവിയർ അങ്ങനെയാണ്, ഡൈനാമിക് നേച്ചറാണ് മനുഷ്യനുള്ളത് അല്ലെ. അതിനാൽ തന്നെ എന്താണ് ഈ ചലനാത്മക സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ടെക്നിക്സും നമുക്ക് ചിലപ്പോൾ ക്ലാസ് മുറിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഇതാണ് പ്രവചിക്കാൻ പറ്റാത്ത നേച്ചർ ഉള്ളതുകൊണ്ട്. ഓക്കെ, അതൊരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? യെസ്. അതേപോലെ ഇത് ഓരോന്ന് കണക്ട് ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് എന്താണ്? ലിമിറ്റേഷൻ ഡ്യൂ ടു ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഈ ഹ്യൂമൻ ബിഹേവിയറിൽ ഇപ്പൊ നമ്മൾ പ്രവചിക്കാൻ പറ്റാത്ത കാരണം സ്വഭാവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ബെസ്റ്റ് ഉദാഹരണമല്ലേ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോ വ്യക്തികളിലും വ്യത്യാസ സ്വഭാവമാണ് അല്ലെ. ഓരോ കുട്ടികളും ഒരേ സ്വഭാവമുള്ളതാണോ? എല്ലാവരും ഡിഫറെന്റ് ആണ്. ഒരാളിൽ നിന്നും മറ്റുള്ള ആളെ വ്യത്യസ്തമാക്കുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു 5 കുട്ടികൾ മര്യാദക്ക് ഉള്ള ബിഹേവിയർ ആയിരിക്കാം, പക്ഷെ ബാക്കിയുള്ള 5 കുട്ടികൾക്ക് വേറെ വേറെ വെറൈറ്റി ഓഫ് ബിഹേവിയേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ക്ലാസ് മുറിയിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ചില സമയങ്ങളിൽ ഇത് പരാജയപ്പെട്ടേക്കാം അല്ലെ. അത് എന്തുകൊണ്ടാണ്? കുട്ടികളിലുള്ള വ്യത്യസ്തത കൊണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ മെത്തേഡ്സുകളും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാത്തത്. അതും ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയാം. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഞാൻ ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞില്ലേ, ഞാനിതിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, കുറച്ചു പേർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? കുറച്ചു പേര് ഈസി ടു ക്യാച്ച് ആണ്, കുറച്ചു പേർക്ക് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങളിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങളില് എന്തോരം തിയറീസ് ഉണ്ടെന്നെങ്കിൽ പോലും പറഞ്ഞാൽ പോലും എന്താണ് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അവിടെ ലിമിറ്റേഷൻസ് വരുന്നുണ്ടോ? നിങ്ങൾക്ക് കുറച്ചു പേർക്ക് ഇത് മനസ്സിലാവുകയും കുറച്ചു പേർക്ക് മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഉണ്ടോ? അതാണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ? എന്നിട്ട് മനസ്സിലായില്ലേ? ഈ പിള്ളേർ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നത്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, മനസ്സിലായില്ല എന്ന് പറയുന്നത്. പിന്നെന്താ മിണ്ടാതിരിക്കുന്നേ? മനസ്സിലായി. കുറച്ചു പേർക്ക് മനസ്സിലായി, കുറച്ചു പേർക്ക് മനസ്സിലായത്, കുറച്ചു പേരുടെ റെസ്പോൺസും ഇല്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ, വാട്ടവർ നിൽക്കട്ടെ. നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒന്നും കൂടി ടച്ച് ചെയ്തൊന്ന് നോക്കുക കേട്ടോ. ഇനി അടുത്ത ലിമിറ്റേഷൻ എന്താണ്? സൈക്കോളജിയുടെ, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലിമിറ്റേഷൻ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പീരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബീയിങ്. നമുക്ക് മനുഷ്യരില് ഒരുപാട് എക്സ്പീരിയൻസ് അധികം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മുടെ സൈക്കോളജിസ്റ്റുകളെല്ലാം തന്നെ പരീക്ഷണങ്ങൾ ആദ്യകാലങ്ങളിൽ നടത്തിയിരുന്നത് ആരിലായിരുന്നു? മൃഗങ്ങളിലാണ്, മൃഗങ്ങളിലൊക്കെയാണ് നടത്തിയിരുന്നത്. പക്ഷെ ഒരു പരിധി വരെ അതിൽ അവിടെ ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്ക് ഹ്യൂമൻ അപ്രോച്ചസിലേക്ക് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് എക്സ്പീരിമെന്റ് ഹ്യൂമനിൽ ചെയ്യാനായിട്ട്, മനുഷ്യരിൽ ചെയ്യാനായിട്ട് മൃഗങ്ങളെ പോലെ നമുക്ക് ഇവിടെ സാധിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ അതും ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ അതിനെ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ലിമിറ്റേഷൻ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പീരിമെന്റ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. നമുക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യർ അതായത് ഹ്യൂമൻ ബിഹേവിയേഴ്സിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ലിമിറ്റേഷൻ ഡ്യൂ ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. ലിമിറ്റേഷൻ ഡ്യൂ ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഓക്കെ, അത് ഇത്രേ ഉള്ളൂ. നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളുണ്ട്, തിയറികളുണ്ട്, അതൊക്കെ അത് പുസ്തകങ്ങളിൽ വളരെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഈ എഴുതിയ കാര്യങ്ങൾ നമുക്ക് അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലെ. തിയറികൾ എഴുതി വെച്ചിരുന്നത് പോലെയല്ല നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യും, പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതാണ് തിയറി എന്താ പറയാ, ഡ്യൂ ടു ദ ലിമിറ്റേഷൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. തിയറി വേഴ്സസ് പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. തിയറി വേഴ്സസ് പ്രാക്ടീസ്. പുസ്തകങ്ങളിലെ സിദ്ധാന്തങ്ങളെ പോലെയല്ല നമ്മളിത് പ്രായോഗികമായിട്ട് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. നമുക്ക് ആ തിയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കുന്നു. ഓക്കെ, അതും ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ പറയുന്നുണ്ട്.
ഓക്കെ, ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞത്. ലിമിറ്റേഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെ. അൺപ്രഡിക്റ്റബിൾ മീൻസ് എന്താണ്, പ്രവചിക്കാൻ പറ്റാത്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള പഠനങ്ങളും അവിടെ നടത്താനായിട്ട് പറ്റിയെന്നിരിക്കില്ല. അതേപോലെ തന്നെ എന്താണ്, ഹ്യൂമൻ നേച്ചറിലുള്ള വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, പിന്നെ നമുക്ക് നല്ല രീതിയിൽ മനുഷ്യ ഹ്യൂമൻ അനിമൽസിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് പോലെ ഹ്യൂമൻ ബിഹേവിയർ അതേ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്താനായിട്ട്, എക്സ്പെരിമെന്റ് നടത്താനായിട്ട് ലിമിറ്റഡ് സ്കോപ്പ് ആണുള്ളത്. പിന്നെന്താണ്, തിയറിയിൽ എഴുതിയിരിക്കുന്നത് പോലെയല്ല പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്കത് ചെയ്തു വരും. ഓക്കെ, അത്തരം വ്യത്യാസങ്ങളും ഡിഫിക്കൽട്ടീസും എന്തായാലും എന്തിലുണ്ട്, എഡ്യൂക്കേഷൻ സൈക്കോളജിയിലുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മാത്രം ലിമിറ്റേഷൻസ് അല്ല കേട്ടോ, ഏത് പഠന ശാഖ എടുത്താൽ പോലും നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി മിസ്. ഓക്കെ, അപ്പൊ ഈ ലിമിറ്റേഷൻസ് ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓരോ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പഠിക്കണ്ട, എന്താന്ന് മാത്രം പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. Relevance and contribution of educational psychology. A systematic knowledge of education psychology will be useful for the teacher in the following ways. എന്താണ് ഇതിന്റെ റെലവൻസ്? റെലവൻസ് മീൻസ് എന്താണ് റെലവൻസ്? പ്രസക്തി. പ്രസക്തി, വെരി ഗുഡ്. ആരാ പറഞ്ഞ, ശരിയാണോ? അതെ. അപ്പൊ കോൺട്രിബ്യൂഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ സംഭാവന. സംഭാവന. റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ എന്തായിരിക്കും? പ്രസക്തി, അതിന്റെ സംഭാവന. എഡ്യൂക്കേഷൻ സൈക്കോളജി റെലവൻസ് എന്താണെന്നാണ് ഇതിൽ കംപ്ലീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതൊരു സിസ്റ്റമാറ്റിക് നോളജ് അപ്രോച്ചസ് ആണ് അല്ലെ. അപ്പൊ ഇത് ഏതൊക്കെ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത് ആർക്കാണ്? രണ്ട് വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഒന്ന് അധ്യാപകനും അല്ലെ. നമുക്ക് നോക്കാം, ഇതിപ്പോ ടീച്ചേഴ്സിനെ ഏതൊക്കെ രീതിയിൽ യൂസ്ഫുൾ ചെയ്യുന്ന ബേസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി വിൽ ബി യൂസ്ഫുൾ ഫോർ ദ ടീച്ചർ ഇൻ ദ ഫോളോയിങ് വേസ്. ഓരോന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. ആരാണ്? പഠിതാവിനെ പഠിക്കാൻ പറ്റും. പഠിതാവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. പിന്നെ ടു ക്യാപ്ചർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ക്യാപ്ചർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്? അടിയുള്ളൂ, നല്ല അടിയുള്ളൂ നിങ്ങൾക്ക്. വ്യക്തികളിലുള്ള വ്യത്യാസങ്ങൾ, അതായത് അവരുടെ അപ്പിയറൻസിലാവാം, സ്വഭാവങ്ങളിലാവാം, എല്ലാത്തിലും വരുന്ന ഓരോരോ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് പ്രോസസ്. പിന്നെ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. ലേണിംഗ് പ്രോസസ്, ഏത് ലേണിംഗ് പ്രോസസ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആദ്യം ലേണറിനെ മനസ്സിലാക്കിയതുകൊണ്ട് അല്ലെ. കുട്ടികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഏത് ലേണിംഗ് പ്രോസസ്സിലൂടെ പഠിപ്പിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, പിന്നെ ടു അണ്ടർസ്റ്റാൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ടു അണ്ടർസ്റ്റാൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നമുക്ക് ഒരു ഇതുണ്ടാകും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഏത് ടീച്ചിങ് മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കണം അല്ലെ. ഓൾറെഡി നമ്മുടെ ലേണറിനെ മനസ്സിലാക്കി, കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി, ഏത് ലേണിംഗ് പ്രോസസ്സ് കൊടുക്കണമെന്ന് മനസ്സിലാക്കി, അത് കഴിഞ്ഞാൽ ഏത് ടീച്ചിങ് മെത്തേഡിലൂടെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയും അല്ലെ. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ തിരിച്ചറിയും. പിന്നെ to understand development characteristics. To understand development characteristics. എന്താണ് ഏത് ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്? അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികളുടെ ഡെവലപ്മെന്റ്, അതിന്റെ ആ ഒരു സവിശേഷതകൾ എന്തൊക്കെയാണ്? ബിഹേവിയറൽ ചേഞ്ചസ് ആണോ മിസ്സേ? ഡെവലപ്മെന്റ് എന്തായിരിക്കും ഈ ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? നമ്മൾ ഏത് ടീച്ചിങ് മെത്തേഡ് അവിടെ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്ന അനുസരിച്ച് കുട്ടികളിൽ എത്രത്തോളം വികസനം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ആ ഏത് മെത്തേഡ് ആണെങ്കിലും ഏത് ലേണിംഗ് പ്രോസസ് ആണ്, കുട്ടികൾ അത് എത്രത്തോളം മാറ്റങ്ങൾ ഡെവലപ്മെന്റ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള ഡെവലപ്മെന്റൽ സവിശേഷതകളാണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് തിരിച്ചറിയാം. അതായത് നമ്മൾ ഒരു കണ്ടന്റ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് ക്യാച്ച് ചെയ്യുന്നുണ്ട്, ഇന്ന ഭാഗങ്ങളിൽ അവനത് മനസ്സിലാവുന്നുണ്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. യെസ്, അപ്പൊ അതായത് ഓരോ സ്റ്റേജും നമ്മൾ കഴിയുമ്പോൾ എന്താണ്
കുട്ടി ഏതൊക്കെ ഭാഗങ്ങളില് അവൻ വികസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവന് മാറ്റം ചേഞ്ച് വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് എന്താ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കുട്ടികളുടെ പല മേഖലയിലായിരിക്കും, അത് ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ അത് അക്കാദമിക് ഏരിയയിലായിരിക്കും, ഏതിലെങ്കിലും എന്തുണ്ടായിരിക്കും വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് ഡെവലപ്മെന്റ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. Then to enable teachers for curriculum development. To enable teachers for curriculum development. Curriculum എന്താണ്? പാഠ്യപദ്ധതി അല്ലെ? ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തിനു സഹായിക്കുന്നുണ്ട്? പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നു. പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നുണ്ട്. കരിക്കുലം എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയാണ് കേട്ടോ. ഓൾറെഡി ഒരു പാഠ്യപദ്ധതി ഉണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന പോളിസീസ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ലേണിംഗ് പ്രോസസ്സുകൾ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ്? ടു റെൻഡർ ഗൈഡൻസ് സർവീസ്. ടു റെൻഡർ ഗൈഡൻസ് സർവീസസ്. മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. ആണോ? നമ്മൾ പഠിച്ചുള്ള ഗൈഡൻസ് ആണ് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് ഏറ്റവും ഉതകുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഗൈഡൻസ് കുട്ടികൾക്ക് വേണ്ട എല്ലാത്തരം മാർഗനിർദ്ദേശങ്ങളും കൊടുക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അധ്യാപകരെ. ഓക്കെ, യെസ്. Then to give guidance for the education of extraordinary children. To guide guidance for the education of extraordinary children. എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻ എന്ന് പറയുന്നത് IQ ലെവൽ കൂടുതലുള്ള ചിൽഡ്രൻസ് ആണോ ടീച്ചറെ? IQ ലെവൽ കൂടുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? സാധാരണക്കാളും ഇന്റലിജൻസ് കൂടുതലുള്ള അതുകൊണ്ട് ഇന്റലിജൻസ് ബേസ് നോക്കിയാൽ മതി. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? ഇന്റലിജൻസ് ബേസിൽ എല്ലാ തരത്തിലും, അതായത് ഒരു ജീനിയസ് അതിന് മുകളിലായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളുണ്ട്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഉണ്ട് അല്ലെ? യെസ്, അങ്ങനെയുള്ളവർക്ക് കൂടുതൽ. അതായത് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നല്ല ടാലന്റ് ഉള്ള ഒരു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി അവന്റെ കഴിവ് കുറച്ചും കൂടി ഡെവലപ്പ് ആയിക്കോട്ടെ എന്നൊക്കെ നമ്മൾ ഒന്നുകൂടി സപ്പോർട്ടല്ലേ കൊടുക്കുന്നത് അല്ലേ ചെയ്യുന്നത്? ഏറ്റവും മികച്ചതായിട്ട് അവൻ പഠിക്കുന്നുണ്ട്, പക്ഷെ അതിലും മികച്ച രീതിയിൽ അവന് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ഗൈഡൻസും, അതായത് നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നാൽ പോലും ഇത്തരം ഭാഗങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു അല്ലെ? ഗൈഡ് ചെയ്യും. ഏതെങ്കിലും ഒരു ഭാഗത്തിലേക്ക് കുഞ്ഞ് വീക്കായി പോവാതിരിക്കാൻ വേണ്ടി, അവനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻ ആണെങ്കിൽ പോലും എന്താണ് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡിഫിക്കൽട്ടീസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ? അത് മാക്സിമം വരാതിരിക്കാൻ ടീച്ചർ എന്ത് ചെയ്യും? അവനെ ഗൈഡ് ചെയ്യും അല്ലെ? വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് കൂടുതൽ ഉയർത്താനേ ശ്രമിക്കുള്ളൂ, ഒരിക്കലും താഴ്ത്താനായിട്ട് അധ്യാപകര് ശ്രമിക്കുന്നില്ല. ഓക്കെ, പ്രത്യേകിച്ച് എങ്ങനെയുള്ള കുട്ടികളെയാണ്? എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻസിന് വേണ്ട എല്ലാത്തരം ഗൈഡൻസുകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, then to understand group dynamic and social behavior in classroom. To understand group dynamic and social behavior in classroom. To understand group dynamic and social behavior in classroom. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഗ്രൂപ്പ് ഡൈനാമിക് ഗ്രൂപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൂട്ടത്തിലെ കുട്ടി എങ്ങനെയുള്ളതാണോ? യെസ്, അത് തന്നെ. ഒരു കൂട്ടത്തിൽ, അതായത് ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന സമയത്തുള്ള അവന്റെ ഡൈനാമിക് നേച്ചർ, അവന്റെ ചലനാത്മകമായ സ്വഭാവം എങ്ങനെയാണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ മൊത്തത്തിലെ ക്ലാസ് റൂമില്, അതായത് കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ മാത്രമല്ല അതെന്താണ് സ്കൂൾ സെറ്റിംഗ്സിൽ അവന്റെ ഒരു സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണെന്ന് കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, അതായത് ഈ സന്ദർഭങ്ങളിലൊക്കെ കുട്ടികളുടെ സ്വഭാവത്തിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും അല്ലെ? അതായത് ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്ന സമയത്തും ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസോ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതലിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? നോർമലി അത് നാച്ചുറൽ ടെൻഡൻസിയാണ് അതങ്ങനെ സ്വഭാവം മാറുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികള് അവരുടെ ഡൈനാമിക് ഗ്രൂപ്പായിട്ടിലിരിക്കുന്ന സ്വഭാവം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് ടീച്ചറിന് കൃത്യമായിട്ട് എന്താ അറിയാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Okay, yes. Then to develop constructive and creative discipline. To develop
constructive and creative discipline. Constructive എന്താണ്, creative എന്താണ്? ഓൺലൈൻ ഡിസിപ്ലിനെ ഒന്നും കൂടെ കൺസ്ട്രക്ട് ചെയ്യുക, ഒന്നും കൂടെ അതിന്റെ സ്ട്രക്ചർ എല്ലാം റീബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ ഡിസിപ്ലിൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. കുട്ടികൾക്ക് അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൂ. അറിയില്ല, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ കറക്റ്റ് ആണ് ഐശ്വര്യ. എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കുട്ടികളുടെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് അല്ലെ. വീക്ക് പോയിന്റ്സ് അറിയാൻ പറ്റും. ഏറ്റവും ടാലന്റഡ് ആയിട്ട് കാണിക്കുന്ന അവരുടെ പോയിന്റ്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്, കൂടുതൽ കൺസ്ട്രക്റ്റീവ് ആയിട്ട്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയാത്മകമായിട്ടും സൃഷ്ടിപരമായിട്ടുള്ള ആ ഒരു നടപടികളുടെ അല്ലെങ്കിൽ നടപടിക്രമത്തിലൂടെ നമുക്ക് കൂടുതൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് ശരിക്കും. അതായത് ഇപ്പൊ ഒരു അക്കാദമിക് ഏരിയാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏരിയാസ് ആണെങ്കിലും കുട്ടികളുടെ സൃഷ്ടിപരവും ക്രിയാത്മകവുമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുക, അതിനെ കൂടുതൽ കൺസ്ട്രക്ട് ചെയ്തെടുക്കാനാണ് എല്ലാ അധ്യാപകരും ശ്രദ്ധിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ അത്തരത്തിൽ അത് ഡെവലപ്പ് ചെയ്യാനാണ്. അതായത് കുട്ടികളെ ചിലപ്പോൾ അക്കാദമിക്കാലും കൂടുതൽ ചില കുട്ടികൾ വേറെ ചില കാര്യങ്ങളിലായിരിക്കും ഇനീഷ്യേറ്റീവ് കൂടുതൽ എടുക്കുന്നത് അല്ലെ. അക്കാദമിക് അല്ലാതെ എന്താണ്, മറ്റ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലന്റുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് ടാലന്റ്, അങ്ങനെ പല പല ടാലന്റ്സിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഏതിലാണ് അവർ കുറച്ചുകൂടി ഇതായിട്ട് കാണിക്കുന്നത്, അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ഡിസിപ്ലിനറി ആക്ഷൻസ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് എന്ന പോലെ അത് കൊടുക്കാനായിട്ട് അധ്യാപകരെ സഹായിക്കുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. അതിപ്പോ നമുക്ക് കണ്ടെത്താൻ പറ്റണം. കുട്ടി വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഓക്കെ, യെസ്. പിന്നെന്താ, ടു അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ. അറിയാലോ, കുട്ടികൾ എന്താണ് പ്രശ്നം അത് മനസ്സിലാക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then to help in measuring learning outcomes, എന്താണ്, കുട്ടികളിലെ പഠന ഫലങ്ങൾ അളക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് നമ്മൾ ഓരോ പഠനങ്ങൾ അല്ലെങ്കിൽ ഓരോ ലേണിംഗ് സിറ്റുവേഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻസിൽ കുട്ടികൾ തരുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരു റിസൾട്ട് തരും നമുക്ക് അല്ലെ. ആ റിസൾട്ട് നമ്മൾ എങ്ങനെ അറിയുന്നത്, അതിനാണ് നമ്മൾ പല പല പരീക്ഷകള് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ കുട്ടികൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടായതെങ്കിൽ അവർക്ക് എത്രത്തോളം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നുള്ള കണ്ടക്ട്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യാനുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രാക്ടിക്കൽ ആയിട്ടുണ്ട്, റിട്ടേൺ എക്സാം ഉണ്ട്. ഏത് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ അവരൊക്കെ എത്രത്തോളം പഠന ഫലങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മുടെ എക്സാമിനേഷൻ അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റിലൂടെയാണ് നമ്മളുടെ കുട്ടി എത്രത്തോളം മാർക്ക് കരസ്ഥമാക്കി, അല്ലെങ്കിൽ മാർക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് അവൻ എത്രത്തോളം അതിൽ നിന്ന് മനസ്സിലാക്കി എന്നുള്ള ഒരു കണ്ടന്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ടു ഹെൽപ്പ് ഇൻ മെഷറിംഗ് ലേണിംഗ് ഔട്ട്കംസ്, അതായത് കുട്ടികളുടെ പഠന ഫലങ്ങൾ അളക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. ഓക്കെ, then to prepare timetable. അതെങ്ങനെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വന്നു? ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടോ? ചിട്ടയോടുകൂടിയുള്ള രീതി. യെസ്, നമുക്ക് ചില സബ്ജക്ട്സുകൾ രാവിലെ എടുക്കുന്ന സബ്ജക്റ്റുകളും ഉച്ചയ്ക്ക് ശേഷമുള്ള സബ്ജക്റ്റുകളും ക്ലാസ് റൂമിൽ വ്യത്യാസമായിരിക്കും. ആണോ? നമ്മളൊരു ഫ്രഷ് ഫീലിംഗ്സോടെ ഒരു ഹിസ്റ്ററി ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോയില്ലേ. ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പഠിക്കാൻ പാടുള്ള സബ്ജക്ട്സ് കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും അവർക്ക് കൂടുതലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിക്കും അത് കുട്ടികളുടെ ബിഹേവിയർ നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഓൾറെഡി നമുക്ക് ചില സബ്ജക്ട്സുകൾ മാത്രം വളരെ അത്യാവശ്യം മാത്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ടൈം ടേബിൾസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ മാത്സ് പിന്നെ ഏതായിരിക്കും? കെമിസ്ട്രി വരും, പിന്നെ ഫിസിക്സ് ഉണ്ടാവായിരിക്കും, ചിലപ്പോ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ആയിട്ട് രാവിലെ ഉണ്ടാവും. ഓക്കെ, ഇതെന്താണ്, നമുക്ക് അത്യാവശ്യം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സ് നന്നായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് അല്ലെ. പ്രത്യേകിച്ച് ഒരു മോർണിംഗ് ടൈമിൽ മാത്രം ബ്രെയിന് ക്യാച്ച് ചെയ്യുന്ന ഒരു കപ്പാസിറ്റീസ് ഉണ്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ മാനസികമായിട്ടുള്ള ആ ഒരു തലം കൂടി നോക്കിയിട്ടാണ് അങ്ങനെ കുറെ പീരീഡ്സുകൾ സെറ്റ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം കുറച്ചും കൂടി റിഫ്രഷ്മെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകളായിരിക്കും അല്ലെ. ഇംഗ്ലീഷ്, ലാംഗ്വേജസ്, അങ്ങനെയുള്ള സബ്ജക്ട്സ് ആയിരിക്കും.
ഓക്കെ, ബയോളജി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, എനിക്ക് കേട്ടോളൂ അല്ലെ ബയോളജി എന്ന ടോപ്പിക്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്താണ്, പക്ഷെ നമ്മള് നിങ്ങൾ മോണ്ടിസോറിയുടെ മാത്രമല്ല ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി നിങ്ങൾ പഠിക്കുമ്പോൾ ഹയർ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളും കൂടി നമ്മൾ ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ടൈം ടേബിൾ ബേസ്ഡിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് KG സെക്ഷൻസ് ആണെങ്കിൽ രാവിലെ അവർക്ക് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഉച്ചയ്ക്ക് ശേഷം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലെ ഉച്ചയ്ക്ക് ശേഷം. അതായത് KG സെക്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ആ ആഫ്റ്റർനൂൺ ശേഷം നമ്മൾ കൊടുക്കുന്നത്, ആഫ്റ്റർനൂൺ പീരീഡ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം കുട്ടികളുടെ ഒരു മാനസികതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളിങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. To prepare textbooks and instructional materials. To prepare textbooks and instructional materials. To prepare. പേടിക്കണ്ട, ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ, തീരൂല ഇപ്പൊ, തീർക്കാനേ പോവില്ല. പറഞ്ഞിട്ടുണ്ടായില്ല നിങ്ങളോട് ക്ലാസ് കൂടുതൽ സമയം ഉണ്ടാവുമെന്ന്. പറഞ്ഞില്ലേ? എടുത്തു തീർക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ്? എന്താണ് പാഠപുസ്തകങ്ങളും പിന്നെ അധ്യാപക സഹായികളാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, അധ്യാപക സഹായികളായിട്ടുള്ള, അതായത് നമുക്ക് ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗൈഡ്സ് ആണ് അതൊക്കെ, അല്ലെങ്കിൽ ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശമാണ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അപ്പൊ അതൊക്കെ പ്രിപ്പയർ ചെയ്യാനും ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കാനും അധ്യാപകരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ടു സെലക്ട് അപ്രോപ്രിയേറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ടു സെലക്ട് അപ്രോപ്രിയേറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. എന്താണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? കരിക്കുലർ കോ കരിക്കുലർ എന്താണ്? കോ കരിക്കുലർ എന്ന് പറഞ്ഞാൽ ആർട്സും അതുപോലത്തെ നമ്മുടെ അതെ പാഠ്യേതര പ്രവർത്തനങ്ങൾ അല്ലെ. അതായത് നമ്മള് പാഠ്യപദ്ധതി നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തുന്ന മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? അതായത് പഠനം മാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം മാത്രമല്ല, മറ്റെന്തൊക്കെ തരത്തിലുള്ള പാഠ്യേതര പദ്ധതികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസുകൾ നമുക്ക് കുട്ടികൾക്ക് ഉൾപ്പെടുത്താം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനും അത് തയ്യാറാക്കാനായിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജി അധ്യാപകരെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, then to know about himself. ലാസ്റ്റ് എന്താണ്? ഇതൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് മനസ്സിലാവും? താൻ ആരാണെന്ന് മനസ്സിലാവും. അതായത് തന്നെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട്, നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ഇത്രയും പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും ഞാൻ നല്ലൊരു ടീച്ചറാണ് കേട്ടോ. യെസ്, അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുമ്പോൾ എന്താണ് തിരിച്ചറിയാൻ സാധിക്കും ഏതൊക്കെ, എങ്ങനെയാണ് നമ്മളത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മൾ എന്താണെന്നുള്ളതിലേക്ക് നമ്മൾ എന്താണെന്ന് നമ്മൾ നേരെ കാണാൻ പറ്റും. യെസ്, അതായത് ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മളൊരു അധ്യാപിക എന്ന നിലയിൽ നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെ തന്നെ തിരിച്ചറിയാനായിട്ടും വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഓരോ അധ്യാപകരെയും സഹായിക്കുന്നുണ്ട്. ഓക്കെ, in short, education psychology helps the teacher to become a better teacher and the learner to become a better learner. Education psychology പഠിക്കുന്നത് കൊണ്ട് അധ്യാപകരെ നല്ലൊരു അധ്യാപകരാക്കാനും ഇതിന്റെ പ്രവർത്തനം, ഇതിന്റെ തിയറീസ് നമ്മൾ കുട്ടികളിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുട്ടികളെ നല്ലൊരു ലേണർ ആക്കി മാറ്റാനായിട്ടും വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോവാം ഇതിന്റെ റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. ഒന്ന് നമുക്ക് മലയാളത്തിൽ പറഞ്ഞു പോട്ടെ, വെറുതെ മലയാളത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ലേണറിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. പിന്നെന്താണ് ഏത് ലേണിംഗ് പ്രോസസ്സിലൂടെ പഠിപ്പിക്കണമെന്ന് കണ്ടെത്തുന്നു. അതേപോലെ എന്താണ് ഏത് ടീച്ചിങ് മെത്തേഡാണ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. കുട്ടികളിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കണ്ടെത്താനും, അതേപോലെ തന്നെ എന്താണ് to enable teachers for curriculum development, അതായത് പാഠ്യപദ്ധതി വികസിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സഹായിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ട എല്ലാത്തരം മാർഗനിർദ്ദേശങ്ങൾ ഗൈഡൻസ് സർവീസസ് കൊടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട എല്ലാത്തരം സ്ട്രെങ്തൻ ചെയ്യാൻ, അവരുടെ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനുള്ള എല്ലാത്തരം ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഗ്രൂപ്പ് ഡൈനാമിക്കും സോഷ്യൽ ബിഹേവിയറും, അത് ക്ലാസ് റൂമിനകത്തുള്ള ഗ്രൂപ്പ് ബിഹേവിയറും
സോഷ്യൽ ബിഹേവിയർ എന്താണെന്നുള്ള കുട്ടികളെ അനലൈസ് ചെയ്യാനായിട്ട് അധ്യാപകരെ സഹായിക്കുന്നു. പിന്നെ കുട്ടികളിൽ കൺസ്ട്രക്റ്റീവ് സൃഷ്ടിപരമായിട്ടും ക്രിയാത്മകപരമായിട്ടുള്ള എല്ലാത്തരം ഡിസിപ്ലിൻസും കൊണ്ടുവരാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി കുട്ടിക്ക് എന്താണ് പ്രശ്നമുള്ളത്, എന്താണ് അവന്റെ പ്രധാന പ്രോബ്ലം എന്ന് കണ്ടെത്താനും അതോടൊപ്പം തന്നെ എന്താണ് കുട്ടികൾ ഉണ്ടായിരിക്കണം അപ്പൊ പഠിപ്പിച്ചു കൊടുത്ത ലേണിംഗ് ഔട്ട്കംസ് എത്രത്തോളം എന്ന് മെഷർ ചെയ്യാനായിട്ട് പല ടെസ്റ്റുകളിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്തു. പിന്നെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ടും ടെക്സ്റ്റ് ബുക്കുകളും ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്, ഏതൊക്കെ സഹപാഠ്യ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നതും സെലക്ട് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നു. മാത്രമല്ല ഒരു അധ്യാപകന്റെ ആരാണെന്ന് സ്വയം വിലയിരുത്താനായിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, കിട്ടിയാ? ഓക്കെ. Then last ഭാഗമാണ് methods of education psychology. Education psychology deals with the study of human behavior in education situation. നമുക്കറിയാലോ എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ ഹ്യൂമൻ ബിഹേവിയർ എത്രത്തോളം അതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, the selection of particular method depends upon, നമ്മളിവിടെ ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നമ്മൾ പല ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, മെത്തേഡ്സും ടെക്നിക്സും ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതില് പ്രധാന മെത്തേഡ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് ആദ്യമേ പറഞ്ഞു ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ്സുകൾ വരാൻ തന്നെ കാരണം എന്തൊക്കെയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ മെത്തേഡുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്ന് നേച്ചർ ഓഫ് ദ പ്രോബ്ലംസ് സ്റ്റഡീഡ്, അതായത് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടായിരിക്കും. ഒരു കുട്ടിയാണെങ്കിലും അവനൊരു സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെക്നിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടെക്നിക്സിന്റെ അടിസ്ഥാനത്തിൽ അത് എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. ഓക്കെ, അതാണ് നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ് എന്ന് പറയുന്നത്. ദെൻ ഓറിയന്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ റിസർച്ചർ, നമ്മളൊരു പ്രോബ്ലം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റിസർച്ച് ചെയ്യാൻ നോക്കാം അല്ലെ. കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ എന്ത് ചെയ്യും, റിസർച്ച് ചെയ്യും. റിസർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ എന്ത് വേണം, റിസോഴ്സ് ആവശ്യമാണ്. അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വിഭവങ്ങൾ. ആ കണ്ടെത്താനായിട്ട് ആ പ്രോബ്ലത്തിലേക്ക് എത്തിപ്പെടാനും അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ആവശ്യമാണ്, റിസോഴ്സസ് അല്ലെ, വിഭവങ്ങൾ ആവശ്യമാണ്. ആ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതെന്താണ് കുട്ടിക്ക് പ്രോബ്ലം എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ സബ്ജക്ട്സ് ആൻഡ് ടൈം ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇനി റിസർച്ച് ചെയ്യണമെങ്കിൽ അത് ഈ ഒരു പ്രത്യേക പ്രോബ്ലം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റെന്ത് കൂടി വേണം, സമയവും വേണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസും വേണം. ഓക്കെ, അതിനാൽ തന്നെ ഏറ്റവും കോസ്റ്റ് കൂടിയ ഒരു പഠന മേഖല കൂടിയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ. ഓക്കെ, അപ്പൊ അതെന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയണെന്നുള്ള കാര്യങ്ങള് നമ്മൾ ഓൾറെഡി ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് പല പ്രോബ്ലംസ് പഠിക്കുന്നത്. പ്രോബ്ലംസിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വഴികളാണ്. അതായത് നമുക്ക് നല്ല റിസോഴ്സ് വേണം, അതൊരു പെർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചത് എത്താനായിട്ടുള്ള വിഭവങ്ങൾ ആവശ്യമാണ്. പക്ഷെ വിഭവം മാത്രമല്ല, നമ്മളത് കണ്ടെത്താനുള്ള സമയവും വേണം. അതിനനുസരിച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ, ചില എക്സ്പീരിമെന്റ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചില ഫീൽഡിൽ, എല്ലാ ഫീൽഡിലല്ല, ഇതിൽ തന്നെ പല പല ഫീൽഡ് ഉണ്ട്. പല പല ഫീൽഡിൽ നമുക്കത് കണ്ടെത്തണമെങ്കിൽ എന്താണ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമാണ്. ഓക്കെ, യെസ്. അപ്പൊ അതിനാൽ തന്നെ ഇതെല്ലാം പഠനങ്ങളുടെ വിധേയത്തോടെയാണ് ഇതെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ടക്ട് ഒരു റിസർച്ച് ചെയ്യണമെങ്കിൽ എന്താണ്, പ്രത്യേകമായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് കൂടിയേ മതിയാവും. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്, മെത്തേഡ്സ്. ഏതൊക്കെ മെത്തേഡുകളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഇവിടെ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, ക്ലിനിക്കൽ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഡിഫറൻഷ്യൽ മെത്തേഡ് ആൻഡ് എക്സ്പീരിമെന്റൽ മെത്തേഡ്. അവിടെ എഴുതി ചേർക്കാട്ടോ, ABCDE എഴുതാട്ടോ. എന്താണ്, എക്സ്പീരിമെന്റൽ മെത്തേഡ് ഇവിടെ എഴുതിയിട്ടില്ല ടെക്സ്റ്റില്. എക്സ്പീരിമെന്റൽ മെത്തേഡ് ഓർ സയന്റിഫിക് മെത്തേഡ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നമ്മൾ 5 മെത്തേഡ്സുകളാണ് പ്രധാനമായും പഠിക്കുന്നത്. 5 മെത്തേഡ് ഏതൊക്കെയാണ്, ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, സർവേ മെത്തേഡ്, എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. 5 മെത്തേഡ്. ഓക്കെ,
നമുക്ക് ആദ്യത്തെ മെത്തേഡ് പഠിച്ചാലോ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. The term introception is composed of two words, intro and acception. Intro means inward and acception means looking. Introception means looking with oneself in order to examine one's own thoughts and feelings. Introception gives us direct and prompt knowledge of our mental process without involving any extra cost of the material or apparatus. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ മെത്തേഡ് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ്, ഏറ്റവും പഴയ ഒരു അപ്രോച്ചസ് ആണ്, ഒരു കാശ് ചെലവ് പോലും ഇല്ലാത്തൊരു അപ്രോച്ചസ് ആണ്. എന്തുകൊണ്ടാണ്? ഇൻട്രോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മപരിശോധനാ രീതിയാണ്. ആരുടെ ആത്മപരിശോധിക്കാനാണ് പറയുന്നത്? വിത്തിൻ വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ ഇൻട്രോസെപ്ഷൻ കമ്പോസ് ചെയ്തിരിക്കുന്ന രണ്ട് വേർഡ്സ്, ഇത് ശരിക്കും ലാറ്റിൻ വേർഡ്സ് ആണ് കേട്ടോ. ഇൻട്രോസെപ്ഷൻ എന്ന് പറയുന്നതില് ലാറ്റിൻ വേർഡ്സ് ആണത്. ഇൻട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രോ മീൻസ് ഇൻവാർഡ്, ഉള്ളിൽ. അസെപ്ഷൻ എന്താണ്? ഒബ്സർവേഷൻ അല്ലെങ്കിൽ ലുക്കിംഗ്. യെസ്, അതായത് എങ്ങോട്ടേക്ക് നോക്കുക? നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. യെസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫാദർ ആരാണ്? ഇൻട്രോസെപ്ഷൻ മെത്തേഡിന്റെ ഫാദർ എന്ന് പറയുന്നത് നമ്മൾ ആരെയായിരിക്കും? അപ്പോ വില്യം വുഡട്ട് തന്നെ അല്ലെ, സൈക്കോളജിയുടെ ഫാദർ തന്നെയാണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്യാം. Who is the father of introception method? William Woodard. Okay. Yes. Intro means ഉള്ളിൽ, acception means observation അല്ലെങ്കിൽ നോക്കുക. Okay, looking. അപ്പൊ ആത്മപരിശോധിക്കുക എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളെ പരിശോധിക്കുകയാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മളതൊന്നും ചെയ്യാറ്? പ്രത്യേകിച്ച് നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അല്ലെ, ചെയ്യാറില്ലേ? നമ്മള് ചെയ്യാറുണ്ട്. നമ്മളുടെ ഉള്ളിലേക്ക് നോക്കും. അതായത് ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂം സെറ്റിംഗ്സ് തന്നെ എടുക്കാം. നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ക്ലാസ്സിൽ ഒരു കുട്ടീനെ വെറുതെ എഴുന്നേറ്റ് ചീത്ത പറഞ്ഞു, ഒരാവശ്യമില്ലാണ്ട് വെറുതെ ചീത്ത പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ആ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോയി സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തിരിച്ചറിവ് വരും. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കും. എന്തിനാണ് ഞാൻ ആ കുഞ്ഞിനെ ചെയ്തു പറഞ്ഞത്? നോക്കാറുണ്ടോ? ഇല്ലേ? യെസ്. നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് നിങ്ങൾ തല്ലുപിടിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ചേട്ടൻ പോയി കഴിയുമ്പോൾ മനസ്സിലാവും, ഞാൻ എന്തിനാണ് ചേട്ടനെ ചീത്ത പറഞ്ഞത്? എന്റെ ഭാഗത്തല്ലേ തെറ്റ് അല്ലേ? തിരിച്ചറിയാറില്ലേ പല സാഹചര്യത്തിലും? ശരിയല്ലേ പറഞ്ഞേ? ശരിയാണുണ്ട്. അതാണ് ആത്മപരിശോധനാ രീതി. നമുക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കം വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്നും നോക്കാതെ ബിഹേവ് ചെയ്തിരിക്കും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ മൈൻഡ് കൂളായ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ നമ്മൾ എക്സാമിൻ ചെയ്യും. ഞാനത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കും. ആണോ നിബിയ? ചേരുണ്ടോ? ചേട്ടനോട് വഴക്ക് പറയാറില്ലേ? അതെല്ലാം കേൾക്കാറ്. ചേട്ടൻ പാവമാണല്ലേ? ഇല്ല, അതിന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ഞാൻ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നിരുന്നാൽ പോലും നമ്മൾ എല്ലാവരും സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ? ഇൻട്രോസെപ്ഷൻ മെത്തേഡ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. കുറച്ച് സമയം നമ്മൾ വേറൊരു ഫീലിങ്സ് കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ എന്താണ്? നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു നോക്കി നമ്മൾക്കതില് പല ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് അവനവനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ, അവന്റെ കുറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡാണ് കേട്ടോ ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ചില സമയത്ത് ചെയ്യുന്നത് ശരിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഈ മെത്തേഡ് ചെയ്ത് നോക്കിയൊരു കുഴപ്പമില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, കുറ്റബോധം തോന്നണ പല കാര്യങ്ങളുണ്ടെങ്കിൽ അത് വ്യത്യാസം തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. പക്ഷെ വില്യം വുഡട്ട് പറയുന്നത് ഏറ്റവും പഴയ ആശയമായിട്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇത് അല്ലെ ചെയ്യുന്നത്. യെസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ്സ് പഠിക്കണം. ഇൻട്രോ എക്സെപ്ഷൻ എന്ന രണ്ട് വാക്കിൽ നിന്നാണ് ഇൻട്രോസെപ്ഷൻ എന്നുള്ള വാക്ക് ഉണ്ടായത്. ലാറ്റിൻ വേർഡ്സ് ആണ് കേട്ടോ. ഇൻട്രോസെപ്ഷൻ മീൻസ് വിത്തിൻ വൺ, ലുക്കിംഗ് വിത്തിൻ വൺ സെൽഫ്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. ഇൻ ഓർഡർ ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ്. എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്ന ഓരോരുത്തരുടെ ചിന്തകള്, ഫീലിങ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് പരിശോധിക്കുകയാണ്. എന്താണ് അവിടെ? ചിലപ്പോ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് അല്ലെ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നതായിരിക്കും. ചിലപ്പോൾ സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ അവിടെ മിണ്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ ആലോചിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് പറയായിരുന്നു, എന്റെ അഭിപ്രായം പറയായിരുന്നു ചിന്തിക്കില്ല. നമ്മള് ചിന്തിക്കൂലേ? That is introspection.
Introspection gives us direct and prompt knowledge of our mental process without involving any extra cost for material or apparatus. നമുക്ക് ഏറ്റവും വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിനെ പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് ആണ്, ഒരു മെന്റൽ പ്രോസസ് ആണ്. ഇവിടെ എക്സ്ട്രാ കോസ്റ്റോ അല്ലെങ്കിൽ മറ്റൊരു ഉപകരണങ്ങളോ മെറ്റീരിയൽസോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇവിടെ ആവശ്യപ്പെടുന്നത് ആരാണ്? നമ്മുടെ മനസ്സിന് കുറച്ച് അല്പസമയം ഒന്ന് വിട്ടു കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പരിശോധിച്ചിട്ട് കൊണ്ട് റിസൾട്ട് കൊണ്ടുവന്ന് പ്ലേറ്റിൽ കൊണ്ടുതരും. ഓക്കെ, യെസ്, ഓക്കെ, മനസ്സിലായോ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്താന്ന്? മനസ്സിലായി. നെക്സ്റ്റ് വൺ ഒബ്സർവേഷൻ മെത്തേഡ്. ഇതെല്ലാം നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഒബ്സർവേഷൻ. അപ്പൊ ഇതിന്റെ ഫാദർ ആരാണ് പഠിക്കണം കേട്ടോ? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിന്റെ ഫാദർ ആരാണ്? വില്യം മില്ലർ. ഒബ്സർവേഷൻ മാത്രമല്ല എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓൾഡസ്റ്റ് മെത്തേഡും ഏതാണ്? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ്. നെക്സ്റ്റ് പഠിക്കുന്നത് ഒബ്സർവേഷൻ. ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ നോക്കാം. പാർട്ടിസിപ്പന്റ്, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ആദ്യം എന്താണ് ഒബ്സർവേഷൻ? മീൻസ് എക്സാമിനേഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. നമ്മൾ നിരീക്ഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ലൈവ് സിറ്റുവേഷൻസിലാണ് പല കാര്യങ്ങളും നിരീക്ഷിക്കുക അല്ലെ. അതായത് നിരീക്ഷിക്കാൻ എന്താണ്? ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന പല കാര്യങ്ങളും ഒരു ടീച്ചേഴ്സ് പല രീതിയിൽ നിരീക്ഷിക്കാറുണ്ട് അല്ലെ. അതാണ് ഈ 4 ടൈപ്സിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരാളെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പല കാരണങ്ങളും പല രീതിയിലാണ് ഇൻഫോർമേഷൻസ്, പ്രത്യേകിച്ച് ഒരു ലൈവ് സിറ്റുവേഷൻസിലുള്ള കാര്യങ്ങള് അതെന്തോ നമുക്ക് അതിൽ നിന്ന് എക്സാമിൻ കണ്ടെത്താനുണ്ട്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു കുറച്ച് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഡാറ്റാസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആളെ എക്സാമിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനി ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഏതൊക്കെയാണ്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. വാട്ട് ഈസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയും. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്തായിരിക്കും? പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ലേണറിനെ മാത്രം ഒബ്സർവ് ചെയ്യുന്നു. അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കാളിത്ത നിരീക്ഷണം എന്നാണ് അതിന് പറയുന്നത് അല്ലെ. അതിൽ പങ്കെടുത്തുകൊണ്ട് ആ ടീച്ചർ ക്ലാസ് മുറിയിൽ പങ്കെടുത്തുണ്ട്. ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ നോട്ട് ഉണ്ട് പിള്ളേരെ, പക്ഷെ ഞാനത് ക്ലാസ്സിൽ എഴുതാൻ തന്നു പോയി നമ്മുടെ സമയം ഒരുപാട് പോകും. എന്താണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് ഞാനത് നോട്ടാക്കിയിട്ടേക്ക് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ അത് റിലേറ്റഡ് ആയിട്ട് 1-2 ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. നീറ്റ് എക്സാമിന് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്താണ് പറഞ്ഞത് മനസ്സിലായല്ലോ. നോൺ പാർട്ടിസിപ്പന്റ് എന്തായിരിക്കും? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് അല്ലെ. നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ആളെ ഒബ്സർവ് ചെയ്യുന്നത്. നോൺ പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്തായിരിക്കും വരുന്നത്? നോൺ പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ വാച്ച് ചെയ്യുന്നുള്ളൂ അല്ലെ. ജസ്റ്റ് ഒരു വാച്ച്. വലിയ ടീച്ചർ ആണെങ്കിൽ അവിടെ ഇവിടെ ആയിരിക്കും നടക്കുന്നത്, പക്ഷെ എന്താണ്? ആളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ജസ്റ്റ് ഒരു വാച്ച്. കുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ടീച്ചർമാരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ചില കുട്ടികളുടെ ഗ്രൂപ്പിൽ പോയിരിക്കാറുണ്ട് ടീച്ചർമാർ. കണ്ടിട്ടില്ലേ നിങ്ങള്? 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ ടീച്ചർ പോയിരിക്കും. എന്തിനു വേണ്ടി ടീച്ചർ അവിടെ പോയിരിക്കുന്നത്? അവരെ ഗ്രൂപ്പിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത്. ചിലപ്പോൾ ക്ലാസ്സിലൊട്ടും മിണ്ടാത്തവരായിരിക്കും ഗ്രൂപ്പിൽ കിടന്ന് വഷളാകുന്നത്. ഗ്രൂപ്പിൽ കിടന്ന് ഭയങ്കര അഭിപ്രായം ആയിരിക്കും അല്ലെ. അപ്പൊ അവനെ വ്യക്തമായിട്ട് ടീച്ചറിന് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അതും അതിന്റെ ഒരു മെത്തേഡാണ് കേട്ടോ. അതെ, അപ്പൊ ടീച്ചർ എന്താണ് അങ്ങനെ ഓരോ ഗ്രൂപ്പ്സിൽ പോയത് ഓരോ കുട്ടികൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തും ടീച്ചറിന് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. നോൺ പാർട്ടിസിപ്പന്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ടീച്ചർ ക്ലാസ്സിലുണ്ട്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താണ്? ജസ്റ്റ് ഒരു നിരീക്ഷണം മാത്രമാണ് ടീച്ചർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റിംഗിലാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ വരുന്നത്. ടീച്ചർ അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ ടീച്ചർ അവിടെ പങ്കാളിത്തം വഹിക്കുന്നില്ല, എന്നിരുന്നാൽ പോലും എന്താണ്? ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലെ. ജസ്റ്റ് ഒബ്സർവിംഗ് മാത്രമാണ് അവിടെ നടക്കുന്നത്. ഇനി കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്തായിരിക്കും? കൺട്രോൾഡ് ഒബ്സർവേഷൻ നിയന്ത്രിതമായിട്ടുള്ള നിരീക്ഷണം. നിയന്ത്രിതമായിട്ടുള്ള നിരീക്ഷണമാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, നിയന്ത്രിതമായ ഒരു ചുറ്റുപാടിലാണ് എന്ത് നടക്കുന്നത്? അതായത് എക്സാമ്പിൾ ആണ് നമ്മുടെ എക്സാമിനേഷൻസ് അല്ലെ. കൺട്രോൾഡ് എൻവയോൺമെന്റ് അല്ലേ എക്സാമിനേഷൻ സെന്റേഴ്സ്.
പരീക്ഷകൾ നടത്തുന്ന സമയത്ത് കുട്ടികൾക്ക് അറിയാം നിയന്ത്രിതമായ ഒരു ചുറ്റുപാടാണ്, അധ്യാപകനും വ്യക്തമായിട്ടൊക്കെ അറിയാം. അപ്പൊ അതിനാൽ തന്നെ എന്താണ് നമ്മൾ ഏറ്റവും കൺട്രോൾഡ് ഒബ്സർവേഷൻ നടക്കുന്നത് മിക്കതും ഇത് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പ്രൊസീജിയേഴ്സിനൊക്കെ വേണമെങ്കിൽ കൂടുതൽ എക്സാമിന് തന്നെയാണ് അല്ലെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് അപ്പൊ വേണമെങ്കിൽ എഴുതി വെച്ചോട്ടോ, എക്സാമോ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതുക. അതായത് നിയന്ത്രിതമായിട്ടുള്ള ചുറ്റുപാടിൽ അധ്യാപകൻ കുട്ടികളെ നിരീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നിരീക്ഷണമാണ് എന്ത് കൺട്രോൾഡ് ഒബ്സർവേഷൻ. എക്സാമ്പിള് ടെസ്റ്റുകൾ. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്തായിരിക്കും? അൺകൺട്രോൾഡ് നിയന്ത്രിതമില്ലാത്ത ഒരു സാഹചര്യത്തിലുള്ള നിരീക്ഷണം. നിയന്ത്രിതമല്ലാത്ത രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെ. അതെന്തായിരിക്കും അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ? ഒക്കെ എങ്ങനെയായിരിക്കും ടീച്ചർ അവിടെ നിരീക്ഷിക്കുന്നത്? അത് ഏത് ടൈപ്പിൽ വരും? അവര് പ്ലേ ടൈമിലൊക്കെയാണോ മിസ്സേ? യെസ്, വെരി ഗുഡ്. പറയാം, പ്ലേ ടൈമിൽ, അതായത് പ്രത്യേകിച്ച് കുട്ടികളുടെ റിഫ്രഷ്മെന്റ് ടൈം ഉണ്ട്. റിഫ്രഷ്മെന്റ് ടൈമിൽ കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതായത് ക്ലാസ് റൂം സെറ്റിംഗിലേക്ക് ഓൾറെഡി കുട്ടികൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളും അവന്റെ പെരുമാറ്റം നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ. ഇപ്പൊ നമ്മൾ അല്ലാത്ത സമയത്ത് ഇന്റർവെൽ ടൈംസിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടീച്ചർ അവിടെ നോക്കി നടക്കുന്നുണ്ടാവും. ക്ലാസ്സിൽ പോകുന്ന പറഞ്ഞ് നമ്മളെ കുറിച്ച് കേൾക്കുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, അതായത് പുറത്തിറങ്ങിയാൽ പോലും ക്ലാസ് റൂമിന് പുറത്തും നമ്മൾ ഏത് ബിഹേവിയർ അവിടെ കാണിക്കുന്നുണ്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പല കുട്ടികളും പല രീതിയിലുള്ള ബിഹേവിയേഴ്സ് അവിടെ പെർഫോം ചെയ്യാറുണ്ട്. അപ്പൊ അപ്പൊ 4 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പേര് പഠിച്ചു വെക്കാം. പാർട്ടിസിപ്പന്റ്, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പഠിക്കുന്നുണ്ടോ? മെത്തേഡ്സ് എല്ലാവരും ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാം. മോക്ക് ടെസ്റ്റും ടെക്സ്റ്റ് നല്ലോണം പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ആണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി മെത്തേഡ് ചികിത്സാ രീതി എന്ന് പറയും അല്ലെ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു ചികിത്സാ രീതിയാണ്, ചികിത്സാ മെത്തേഡാണ് ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്ലിനിക്കൽ കേസ് ആയിട്ട് എടുക്കുന്നത് ഒന്നിൽ കൂടുതൽ കുട്ടികളെയാണോ ഒരാളെ ആയിരിക്കുമോ? കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരാളിനെ കുറിച്ചിട്ട് അയാളുടെ ആ ഒരു ഡീപ്പായിട്ട് പഠിക്കുന്നതിനാണ്. ഇൻഡിവിജ്വൽ കേസ് സ്റ്റഡി ഉണ്ട്, ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ട്, അങ്ങനെ നമ്മൾ അതായത് ഇവിടെ അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ. നമുക്കത് എവിടെ നിന്നായിരിക്കും മനസ്സിലാവുന്നത്? നമ്മുടെ ഒബ്സർവേഷനിലൂടെ നമുക്കത് മനസ്സിലാവും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഒരു കുട്ടി, ഒരു ഇൻഡിവിജ്വൽ, അതായത് മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടോ അബ്നോർമൽ ആയിട്ടോ ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടി. ഓക്കെ, അത് പല പല പ്രോബ്ലംസിൽ വരും. ചിലപ്പോൾ ഇന്നും ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നുണ്ടാവില്ല, മറ്റു കുട്ടികളുടെ സമ്പർക്കം ഉണ്ടാവില്ല, ക്ലാസ് ആക്ടിവിറ്റി പങ്കെടുക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് നോർമൽ അല്ലാത്തൊരു ബിഹേവിയർ, അല്ലെങ്കിൽ നമുക്ക് കേസ് ആയിട്ട് പരിഗണിക്കാൻ മതി. കേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കുട്ടീനെയാണ് നമ്മൾ അതിന് ഒരു പ്രോബ്ലം ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കുട്ടിയുടെ കേസ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ക്ലാസ്സിലും വീട്ടിലായിട്ട് പല പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ ചിലപ്പോൾ ആ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന്റെ എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട്സ് ആയിരിക്കും ആ ക്ലാസ്സിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇമോഷണലി ഡിസ്ട്രോയിഡ് ആയിരിക്കുന്ന ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതായത് ക്ലാസ് മുറിയിലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത പുലർത്തുന്ന കുട്ടികളെയാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത്? കേസ് സ്റ്റഡി മെത്തേഡ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. നോക്കാം. The clinical method is used for studying the behavior problem of a maladjusted or abnormal individual. Underline ചെയ്യാട്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Study for the behavior problems of a maladjusted or abnormal individuals. Maladjusted ആയിട്ടെന്ന് വെച്ചാൽ എന്താ? Maladjusted എന്ന് വെച്ചാൽ maladjusted സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുട്ടികൾ. യെസ്. അബ്നോർമൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആരാണ്? നോർമൽ ബിഹേവിയർ അല്ലാത്തത് അല്ലെ, നോർമൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്ന ഇൻഡിവിജ്വൽസ്. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളുടെ പ്രോബ്ലംസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. The term case is used to denote an individual facing problem that could be solved only on the basis of detailed study. നമുക്ക് ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? ഒരു ദിവസം പരിഹരിക്കാൻ പറ്റുമോ? ചിലപ്പോ നമ്മള് കുറെ നാളുകളാണ് പഠിക്കേണ്ടി വരും. അവനെ കുറിച്ച് അന്വേഷിക്കണം, അവന്റെ ബാക്കി ഡീറ്റെയിൽസ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കേസസും എല്ലാ റിസോഴ്സസും നമ്മൾ കണ്ടക്ട് ചെയ്തതിനു ശേഷം മാത്രമേ അവനിലേക്ക് എത്താൻ പറ്റൂ. അവനിലേക്ക് എത്തിയതിനു ശേഷം എന്താണ് അവൻ അതിൽ നിന്ന് മാറ്റാനുള്ള പ്രോസസ് തുടങ്ങണം നമ്മൾ അല്ലെ. ആ കേസിൽ നിന്ന് കുട്ടിക്ക് അല്ലെങ്കിൽ ആ പ്രോബ്ലംസിൽ നിന്ന് അവനെ മാറ്റാനായിട്ടുള്ള എല്ലാത്തരം
ഫീച്ചേഴ്സ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പ്രൊസീജിയേഴ്സ് സ്വീകരിച്ചുകൊണ്ട് കുട്ടീനെ കൂടുതൽ മാറ്റിയെടുക്കുക. അതായത് നമ്മൾ ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഡെവലപ്മെന്റ് വരണമെങ്കിൽ എന്താണ്, ആളെ കുറിച്ച് പഠിച്ച് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള അവന്റെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി അവനതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയാൽ മാത്രമേ കേസ് സ്റ്റഡി വിജയിക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കൊരു അസുഖം വന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറിനെ പോയി ഡയഗ്നോസിസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഒരു പ്രശ്നം കണ്ടു, നിങ്ങൾ ഡയഗ്നോസിസ് ചെയ്യുന്ന മെത്തേഡ് ആണെന്ത്, കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ചൈൽഡ് ഹു സോഷ്യലി മാലഡ്ജസ്റ്റഡ് ഓർ ഇമോഷണലി ഡിസ്റ്റോർഡ് എക്സ്പീരിയൻസിംഗ് ഡിഫിക്കൽട്ടി ഇൻ സ്കൂൾ സബ്ജക്റ്റും ക്ലിനിക്കൽ കേസസ്. നമ്മൾ കൂടുതൽ കിട്ടുന്ന കേസസ് എന്ന് പറയുന്നത് സോഷ്യലി എന്താ പറയാ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വരാത്ത കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മുടെ സ്കൂൾ സബ്ജക്റ്റിലെ ഏറ്റവും ക്ലിനിക്കൽ കേസുകളായിട്ട് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, മാത്രമല്ല ഇതിനെ നമ്മൾ വേറൊരു പേരും പറയും, ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് എ പേഴ്സൺ. അല്ലെങ്കിൽ ഈ ക്ലിനിക്കൽ സ്റ്റഡിനെ നമ്മൾ പറയുന്നത് അതായത് കുട്ടീനെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം എന്നാണ് എന്ത് കേസ് സ്റ്റഡി അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്റ്റഡി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുട്ടിനെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻഡെപ്ത് മീൻസ് എന്താണ്, ഇൻഡെപ്ത് സ്റ്റഡി. ഇൻഡെപ്ത് എന്താ, ആഴമേറിയ, അതായത് അവനിലേക്ക് ഇറങ്ങി ചെന്നാണ് നമ്മൾ അവന്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, യെസ്. ഹെൻസ് ക്ലിനിക്കൽ മെത്തേഡ് ആണ് ഓൾസോ നോൺ ആസ് കേസ് സ്റ്റഡി ഓർ കേസ് ഹിസ്റ്ററി മെത്തേഡ്. ഇതിന് നമ്മൾ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഏതാണ് കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും ഈ ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്സ് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ട് പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്? അതിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ഫോർ ബിഹേവിയർ പ്രോബ്ലം ഓഫ് എ മാലഡ്ജസ്റ്റഡ് ഓർ അബ്നോർമൽ ഇൻഡിവിജ്വൽ. ഇതിനെ കുറിച്ചിട്ടുള്ള മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഏക വ്യക്തിയെ കുറിച്ചിട്ടുള്ള പഠനം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഏക വ്യക്തി പഠനം എന്നതിനെ മലയാളത്തിൽ പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്, ഒരു കേസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ, ഒരു കുട്ടിയെ കുറിച്ചുള്ള മാത്രം ഡീറ്റെയിൽഡ് സ്റ്റഡി ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ മിസ്. നെക്സ്റ്റ് വൺ, എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഏറ്റവും കോസ്റ്റ് കൂടിയ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും സയന്റിഫിക് ആയിട്ടൊരു മെത്തേഡാണ് എക്സ്പെരിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഒരു മെത്തേഡ് ആണത്. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. Experimental method is treated to be the most science and objective method for studying behavior. Underline ചെയ്തേ. Experimental method is എന്താണ് experimental method എന്ന് പറയുന്നത്? Is treated to be the most science and objective method for studying behavior. അതായത് സയന്റിഫിക് ആയിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടും, അതായത് വസ്തുനിഷ്ഠമായിട്ടും ശാസ്ത്രീയമായിട്ടും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്, എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പറഞ്ഞു മാത്രം. ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഇത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? സയന്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് പഠന രീതി, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടും ശാസ്ത്രീയമായിട്ടും പഠിക്കുന്ന ഒരു സൈക്കോളജിക്കൽ രീതിയാണ് എന്ത്, എക്സ്പീരിമെന്റൽ അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആയോ പറഞ്ഞത്? Hence, the investigator attempts to study the cases and cause and effect relationship concerning human behavior by doing experiments that are objective observations under firmly controlled conditions. ഞാൻ ഇത് മുഴുവൻ വായിച്ചിട്ട് അതിന്റെ സാരാംശം എന്താന്ന് പറഞ്ഞുതരാം, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഈ എക്സ്പെരിമെന്റ് മെത്തേഡ് ആണ് അല്ലെ, അതായത് പരീക്ഷണ മെത്തേഡ്, അതായത് ഹ്യൂമൻ ബിഹേവിയറിലാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മനുഷ്യ പെരുമാറ്റത്തിലാണ് നമ്മൾ എന്ത് എക്സ്പെരിമെന്റൽ മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്? കോസ് ആൻഡ് എഫക്റ്റ്, അതിന്റെ കാരണവും അത് എത്രത്തോളം ഉള്ള എഫക്റ്റ് ആണ് അതിൽ ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ കാര്യകാരണം. അതായത് ഒരാളെ കുറിച്ച് ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം കൂടിയാണ് എന്ത്, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് സമയം എടുക്കേണ്ടി വരും. അതായത് മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് തന്നെ എന്താണ്, അത്യാവശ്യം സമയം വേണം നമുക്ക് അല്ലെ. ഓക്കെ, പ്രത്യേകിച്ച് അവരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ്ലിയുമാണ്. ഏറ്റവും കോസ്റ്റ്ലി കൂടിയ ഒരു മെത്തേഡ് ആണ് എന്ത്, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല എന്താണ്, കാര്യകാരണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു യഥാർത്ഥ സയന്റിഫിക് പഠനമാണ് എന്ത്, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്.
ഓക്കെ, കാര്യകാരണങ്ങൾ എന്ന് പറയുന്നതാണ് ഈ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്താണ് അതിനുള്ള പ്രശ്നം, അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇതിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. ഓക്കെ, ദ മെയിൻ ഫാക്ടറിങ്, അത് പ്രത്യേകിച്ച് ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മളിത് ഇതിന്റെ ഒബ്സർവേഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ നടത്തപ്പെടുന്നത്. നിങ്ങൾ കേട്ടിരുന്നാൽ മതി കേട്ടോ. യെസ്, the main factor in this method is controlling conditions on variables. ഇത് പല വേരിയബിൾസിന്, അതായത് മാറ്റം വരുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുന്നുണ്ട് അല്ലെ. വേരിയബിൾസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല എന്ത് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലെ. യെസ്, അതിനാൽ തന്നെ നമുക്ക് നിയന്ത്രിതമായിട്ടുള്ള ഒരു ചുറ്റുപാട് തന്നിട്ട് അതിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കാനായിട്ട് എക്സ്പെരിമെന്റൽ മെത്തേഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. There are 3 types of variables. അപ്പോൾ നമ്മൾ ഈ പരീക്ഷണം നടത്തുമ്പോൾ 3 വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടത്തപ്പെടുന്നത്. ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപ്പെൻഡിങ് വേരിയബിൾ ആൻഡ് ഇന്റർവെനിങ് വേരിയബിൾ അല്ലെങ്കിൽ കൺട്രോൾഡ് വേരിയബിൾസ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ആരെയായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് പഠനത്തിന് വിധേയമാകുന്ന വ്യക്തി ആരാണോ, നമ്മൾ പഠനം എക്സ്പെരിമെന്റ് മെത്തേഡ് നടത്താൻ പോകുന്ന വ്യക്തിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്? ഡിപ്പെൻഡിങ് വേരിയബിൾ പഠനത്തിന് വിധേയമായി മാറുന്നു അയാൾ തന്നെയാണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളാണ് ഇൻഡിപെൻഡന്റ് വേരിയബിള്. അയാളിൽ പഠനം നടത്തുമ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡബിൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു പരീക്ഷണം നടത്താനായിട്ട് ഒരാൾ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് എന്ത് പറ്റും? മാറ്റങ്ങൾ വരും. അതിനാണ് നമ്മൾ ഡിപ്പെൻഡബിൾ വേരിയബിൾ എന്ന് പറയുന്നത്. മാറ്റം വന്നതിന് ശേഷം എന്താണ്? ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് എന്ത് സംഭവിക്കും? എന്താണ് അയാളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താണ് കോസ്, എന്താണ് കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഓൾറെഡി അയാളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയ പ്രകാരം നമ്മൾ അതിലേക്ക് പല കാര്യങ്ങളും അപ്ലൈ ചെയ്തപ്പോൾ ആൾക്ക് എന്ത് സംഭവിച്ചു? മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, പരീക്ഷണം ചെയ്ത ബിഹേവിയറിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക്? എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം എന്താണ്, ഇത്രയും സംഭവിക്കുന്നതിന്റെ കാരണം എന്ന് ലാസ്റ്റ് ആണ് നമ്മൾ ആ പരീക്ഷണത്തിലായിരിക്കും ഇത് മനസ്സിലാവുന്നത്. ഓക്കെ, അതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. തലപൊങ്ങ് ആലോചിച്ചത് വേണ്ട കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ചോദിക്കില്ല അതിന്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒന്നുള്ളൂ കേട്ടോ. യെസ്, അതുകൊണ്ടാണ് നമ്മളിത് കാര്യകാരണങ്ങളെ കുറിച്ചിട്ടുള്ള കോസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് പറയുന്നത് കേട്ടോ. യെസ്, other factors that influence cause and effect relationships are called intervening variables. അതൊക്കെയാണ് നമുക്ക് വേണ്ട, അറിയാവുന്ന കാര്യങ്ങൾ ഇത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. എന്താണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് മാത്രം പഠിച്ചാൽ മതി. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ ഏറ്റവും സയന്റിഫിക് ആയിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ടും നടത്തുന്ന ഒരു പഠനമാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആണെന്ന് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് ഈ ഒരു ഭാഗം മാത്രം പഠിക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗം പഠിക്കണേ. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗം പഠിക്കാം. ക്ലിയർ ആണോ? യെസ്, ഈ പഠനം നമ്മൾ ആരിലാണ് നടത്തുന്നത്? എക്സ്പെരിമെന്റ് മെത്തേഡ് ആരിലാണ് നമ്മൾ നടത്തുന്നത്? ജേർണലില്. എന്താണ്? മനുഷ്യരില് ഹ്യൂമൻ ബിഹേവിയറിലാണ് കേട്ടോ. ഹ്യൂമൻ ബിഹേവിയറിലാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് പലതരത്തിലുള്ള ഒബ്സർവേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പരീക്ഷണത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് മെത്തേഡ് ആണ് എന്ത്? സർവേ മെത്തേഡ് ഓർ ഡിഫറൻഷ്യൽ മെത്തേഡ്. ഇത് കൂടാതെ തന്നെ ഒരു മെത്തേഡ് കൂടി ഉണ്ട് കേട്ടോ, ഇന്റർവ്യൂ മെത്തേഡ് അറിയാലോ, നമുക്ക് മുഖാമുഖം നടത്തുന്ന ഇന്റർവ്യൂസ്, അഭിമുഖമാണ് അല്ലെ. അത് ഒബ്സർവേഷൻസിന്റെ ഭാഗമാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈവ് ആയിട്ട് ആളുടെ പ്രസൻസ് അല്ലെങ്കിൽ ലൈവ് ആയിട്ട് ആൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? ഇന്റർവ്യൂസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പഠിക്കാനില്ല, എന്നിരുന്നാൽ പോലും അതുണ്ട്, ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ള കേട്ടോ. ഇന്റർവ്യൂ മെത്തേഡ്സ് കൂടെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി എന്തായാലും സർവേ മെത്തേഡ് എന്ന് പറയുന്നത് differential method are based upon individual differences in sometimes called statistical method for reason that statistical techniques become the major devices for studying individual differences. These methods utilize various techniques of controlling data like questionnaires, observation, interview, and use of statistics in analyzing the data.
എന്താണ് ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ന് പറയാൻ പറ്റും. സർവേ മെത്തേഡ് ഒരു ക്വസ്റ്റിനെയർ രൂപീകരിച്ചിട്ട് അതില് അവർ പറയുന്ന അനുസരിച്ച് അവരുടെ ഒരു ബിഹേവിയർ ഇതാക്കുന്നതാണ് നമുക്ക്. ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളിപ്പോ നേരത്തെ പഠിച്ച ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞത് എക്സ്പീരിമെന്റ് മെത്തേഡ് ആണ് അല്ലെ. അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പീരിമെന്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സർവേ മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഒരു ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ക്ലാസ് റൂമിൽ നമ്മള് എന്താണ്, നമ്മൾ ആദ്യം ഈ സർവേയുടെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യം വേണ്ടത് എന്താണ്, ഡാറ്റയാണ് അല്ലെ, അല്ലെങ്കിൽ ദത്ത ശേഖരണം അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ അല്ലെ. ഡാറ്റ കളക്ഷൻ മീൻസ് എന്താണ്, ഇതിനു വേണ്ടി സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് പ്രിപ്പയർ ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യനേഴ്സ്. ചിലപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചെറിയ രീതിയിൽ എക്സ്പ്ലനേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നിന്ന പോലും ക്വസ്റ്റ്യനേഴ്സ് എപ്പോഴും എസ് ഓർ നോസ് ആയിരിക്കും വരുന്നത് അല്ലെ. ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒബ്സർവേഷനിലൂടെ സർവ് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂസിലൂടെ. അപ്പൊ നമുക്ക് ഈ 3 രീതിയിൽ എന്താണ് ആ ഗ്രൂപ്പിൽ നിന്ന് ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ കുറെ ആൾക്കാർ സർവേ ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ വരാറില്ലേ, സർവേ കണ്ടക്ട് ചെയ്യാനൊക്കെ വരാറില്ലേ വീടുകളില്. ഓക്കെ, സെൻസസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർ വന്നിട്ട് എന്ത് ചോദിക്കും, നമ്മളിൽ നിന്ന് പല കാര്യങ്ങൾ ചോദിച്ച് എന്ത് ചെയ്യും, അതെല്ലാം നോട്ട് ചെയ്ത് ചിലപ്പോൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അവിടെയൊക്കെ നടക്കുന്ന പ്രധാന കാരണം എന്താണ്, ദത്ത ശേഖരണം അല്ലെങ്കിൽ ദത്തം മീൻസ് ഡാറ്റ. അതായത് ഈ പറഞ്ഞ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ അനുസരിച്ചിട്ടായിരിക്കും നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് എന്താണ്, ബിഹേവിയറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആൻസർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിൽ എത്രത്തോളം നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് സർവേ മെത്തേഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഇതിൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്, ഒന്നരി ക്വസ്റ്റ്യനേഴ്സ് ആവാം, ഒബ്സർവേഷൻ ആവാം, ഇന്റർവ്യൂസ് ആവാം. ഇതിലൂടെ എങ്ങനെ ഇത്തരം സ്റ്റാറ്റിസ്റ്റിക് മെത്തേഡ്സിലൂടെ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ്, ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മിസ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ടെക്നിക്സ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഏതൊക്കെ മെത്തേഡ്സ് ആണ്, സർവേ മെത്തേഡോ, ഡിഫറൻഷ്യൽ മെത്തേഡ്, എക്സ്പീരിയൻസ് മെത്തേഡോ, സയന്റിഫിക് മെത്തേഡ്, കേസ് സ്റ്റഡി അല്ലെങ്കിൽ മെത്തേഡ്, ഒബ്സർവേഷൻ. നമ്മൾ 4 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. ദെൻ ഇൻട്രോസെപ്ഷൻ മെത്തേഡ്. അങ്ങനെ 5 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 5 മെത്തേഡ്സും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം കേട്ടോ. എക്സ്പെരിമെന്റൽ മെത്തേഡിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം പഠിക്കാം. പിന്നീട് എന്തിനെ പറ്റിയാണെന്നുള്ളതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്സിനെ ആണ് എന്നുള്ളത് കൂടി അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. വേറെ ഒന്നും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഓക്കെ, ഇനി അപ്പൊ 5 മെത്തേഡ്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ എല്ലാവർക്കും? 5 മെത്തേഡ് ഏതൊക്കെയാണെന്ന് ടീച്ചർ ഒന്നുകൂടി പറയാം. ഇൻട്രോസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മപരിശോധനാ രീതിയാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, വിത്തിൻ വൺ സെൽഫ് എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ എന്താണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ, അത് പല രീതിയിലാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 രീതിയിലാണ് ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. പാർട്ടിസിപ്പന്റ്, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ് ആണ് ഒബ്സർവേഷൻ. ഇതിനെല്ലാം 4 വ്യത്യസ്ത രീതികളാണ്. പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ ടീച്ചർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് കുട്ടികളിലൂടെ ഇരുന്നാണ് അത് ഒബ്സർവ് ചെയ്യുന്നത്. നോൺ പാർട്ടിസിപ്പന്റ് ടീച്ചറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായ ചുറ്റുപാടിലും അൺകൺട്രോൾ എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള ചുറ്റുപാടിലും കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്ന രീതികളാണ്. ക്ലിനിക്കൽ കേസ് എന്ന് പറയുന്ന ഒരു ഏകവ്യക്തി പഠനം, ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള മാൽഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് സെലക്ട് ചെയ്ത് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ ആഴത്തിൽ പഠിക്കുന്ന, ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് എന്താ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മള് കേസ് സ്റ്റഡി എന്നും കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും പറയാറുണ്ട് കേട്ടോ. അതും കൂടി നോട്ട് ചെയ്യും. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഏറ്റവും ഒബ്ജക്റ്റീവ് ആയിട്ടും സയന്റിഫിക് ആയിട്ടും നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ രീതിയാണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഹ്യൂമൻ ബിഹേവിയറിലാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഡിഫറെന്റ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പ്രകാരം തന്നെ എന്താണ് ഇത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ അനലൈസ് ചെയ്തത്. അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെത്തേഡ് ഡാറ്റ കളക്ഷൻ മെത്തേഡിനായി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യനേഴ്സ്,
പിന്നെ ഇന്റർവ്യൂസ് ആൻഡ് ഒബ്സർവേഷൻ. ഈ 3 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് 5 മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്താ പറയുന്നത്? ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, അതാണ് നമ്മൾ കൂടുതൽ പഠിച്ചത് അല്ലെ. ടെക്നിക്സ് എന്തായിരിക്കും? ടെക്നിക്സ് ആണ് നമ്മൾ എന്ത് പഠിച്ചത്? ഒബ്സർവേഷൻ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, ക്ലിനിക്കൽ സ്റ്റഡി മെത്തേഡ്, എക്സ്പീരിയൻസ് മെത്തേഡ്, ഇതെല്ലാമാണ് എന്തായിട്ട് പറയുന്നത്? ടെക്നിക്സുകളായിട്ട് പറയുന്നത് കേട്ടോ. മാറിപ്പോയിരുന്നത്. ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? കേസ് സ്റ്റഡി, എക്സ്പീരിമെന്റ്, ഇൻട്രോസെപ്ഷൻ, ഒബ്സർവേഷൻ, ഇതെല്ലാം ടെക്നിക്സ് ആണ്. ഇനി ടൂൾസ് എന്തായിരിക്കും? ടൂൾസ് നോട്ട് ചെയ്ത് പോണേ. ടൂൾസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തൊക്കെയാണ്? സൈക്കോളജിക്കൽ ടെസ്റ്റസ് കേട്ടോ, നോട്ട് ചെയ്ത് നോക്കോളൂ. സൈക്കോളജിക്കൽ ടെസ്റ്റസ്. ടൂളുകൾ എന്തൊക്കെയാണ്? സൈക്കോളജിക്കൽ ടെസ്റ്റസ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ അതിൽ വരും? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്. 4 ടെസ്റ്റസുകൾ എന്തിൽ ഉൾപ്പെടുന്നതാണ്? സൈക്കോളജിക്കൽ ടെസ്റ്റസിൽ വരുന്നത് കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരുന്ന ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, അച്ചീവ്മെന്റ് ടെസ്റ്റസുകൾ. ഓക്കെ, ക്ലിയർ? യെസ്. പിന്നെന്താണ്? ഇന്റർവ്യൂസ്. ഇന്റർവ്യൂ ടൂളാണ് കേട്ടോ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ടൂളാണ്, സൈക്കോളജിക്കൽ ടൂളാണ് എന്ത്? ഇന്റർവ്യൂ. നോട്ട് ചെയ്ത് നോക്കട്ടോ. ഇന്റർവ്യൂസ്. പിന്നെന്താണ്? ക്വസ്റ്റിനെയേഴ്സ്, ചെക്ക്ലിസ്റ്റ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽ. ചെക്ക്ലിസ്റ്റ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽ. നമ്മുടെ ഈ സർവേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെക്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? ഗുഡ് ബാഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ടിക്ക് മാർക്ക് ഇട്ട് പോകും. ടിക്ക് ചെയ്ത് പോകും. യെസ് ഓർണ പോലെ തന്നെ ചെക്ക് ലിസ്റ്റ്. റേറ്റിംഗ് ഉണ്ട്. വെരി ഗുഡ്, യെസ് ഗുഡ്, അല്ലെ അബവ് ആവറേജ് എന്നൊക്കെ പറഞ്ഞൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? സൈക്കോളജി എഡ്യൂക്കേഷൻ ഫീൽഡില് നമ്മൾ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടൂൾസുകൾ, അല്ലെ ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്? ചെക്ക് ലിസ്റ്റ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടൂൾസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വരുന്ന ഏതൊക്കെയാണ്? സൈക്കോളജിക്കൽ ടെസ്റ്റസുകളിൽ 4 ടെസ്റ്റ് വരുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്ത ഓരോന്നും. പിന്നെന്താണ്? ഇന്റർവ്യൂസ്, ക്വസ്റ്റിനെയേഴ്സ്, ഓക്കെ, യെസ്. Selection of suitable techniques and tools help the investigator in exploring the diverse types of the study and sufficient measures so as to satisfy the needs. അപ്പൊ നമ്മൾ ഏത് തരം മെത്തേഡ്സ് ആണോ യൂസ് ചെയ്യുന്നത്, അതായത് ഓരോ ആപ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിൽ പലതരത്തിലുള്ള കണ്ടെത്തലുകൾ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ടെസ്റ്റസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മളിത് മെഷർ ചെയ്യുന്നതിനനുസരിച്ച്, കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, അതായത് പല ഇൻവെസ്റ്റിഗേറ്ററെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റിഗേറ്റർ എന്ന് ഉദ്ദേശിക്കുന്ന അധ്യാപകരാണ്, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പല റിസൾട്ട് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏത് സൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണോ സെലക്ട് ചെയ്യുന്നത് അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആളുടെ ബിഹേവിയർ വരെയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ, ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ റിസൾട്ടിലും വേരിയേഷൻസ് വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം ടൂൾസുകളും ടെക്നിക്സും ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫീൽഡിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ മിസ്, ക്ലിയർ ആണ്. അപ്പൊ ഇനി ഞാൻ പറയുന്നത് ഈ 5 ടെക്നിക്സ് നിങ്ങൾ പഠിക്കണം, 5 മെത്തേഡ്സ് നിങ്ങൾ പഠിക്കണം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കാം. ടൂൾസ് ഏതാണ്, ടെക്നിക്സ് ഏതാണ് ഓർത്ത് വയ്ക്കും. പിന്നെ നമ്മുടെ ഇതില് റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസില് പോയിന്റ്സ് എളുപ്പമാണ്. അത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, വലിയ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. 5 കീ ഫാക്ടർ, 5 വ്യക്തമായിട്ട് പഠിക്കണം. അതായത് ലേണർ, ദ ടീച്ചർ, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ, ലേണിംഗ് എക്സ്പീരിയൻസ്. 5. ഇതിപ്പോ ഓട് 1 നോട്ടൊക്കെ ചോദിച്ചിട്ട് വേറെ ഏതെങ്കിലും ചോദിച്ചാലും അത് എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് മോക്ക് ടെസ്റ്റ് ഇന്ന് വിടാം. എനിക്ക് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും കൂടെ ഒന്ന് നോട്ട് എഴുതിയിട്ട് തരണമെന്നായിരുന്നു. അത് കുഴപ്പമില്ല, അത് പിന്നെ ആയാലും ഞാൻ ഇട്ടേക്കാം. ഇന്നിപ്പോ ഉള്ള ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് പഠിക്കും. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ
Who is the father of education psychology? ആരാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദർ? വില്യം കുണ്ടട്ടാണോ? നല്ല എഡ്വാർഡ് ലീ തൊണ്ടേന്ന് ആലോചിച്ചാൽ മതി. തൊണ്ടയിലൊരു മുള്ളു പോയി എന്ന് ആലോചിച്ചാൽ കിട്ടും ആരാണെന്ന്. തൊണ്ടേക്ക്, എഡ്വാർഡ് ലീ തൊണ്ടേക്ക് കേട്ടോ, പഠിക്കണേ. ഇൻട്രോസെപ്ഷൻ മെത്തഡിന്റെ ഫാദർ ആരാണ്? സൈക്കോളജിയുടെ ഫാദർ ആരാണ്? മറ്റന്നാളല്ലേ പരീക്ഷ? സൈക്കോളജിയുടെ ഫാദർ ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ മിസ്സേ? സിഗ്മണ്ട് ഫ്രോയിഡ്. ഇൻട്രോസെപ്ഷന്റെ ഫാദർ എന്നല്ലേ സൈക്കോളജിയിലെ? ഉണ്ടല്ല എന്നെ തല്ലണം. സൈക്കോളജിയുടെ ഫാദർ ആണ് വില്യം വുണ്ടട്ട്. വില്യം വുണ്ടട്ടിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ്. ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഫാദർ ആരായിരുന്നു? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പിയാഷെ. ഓക്കെ. മറന്നു പോരുതട്ടാ, മാറിപ്പോരുത്. പിന്നെ വേറെന്താണ് ഇതില്? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സ്കിന്നറുടെ ഒരു ഡെഫിനിഷൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അക്കോർഡിംഗ് ടു ചാൾസ് ഇ സ്കിന്നറുടെ ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. അത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇന്നിപ്പോ ക്ലാസ്സിൽ കയറിയ കുട്ടികൾക്ക് എക്സാം എന്തായാലും നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റും. കേട്ടറിവ് വെച്ച് ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടറിവ് വെച്ച് എഴുതാൻ പറ്റും ഉറപ്പായിട്ടും കേട്ടോ. അപ്പൊ എന്താ പറയാ, ഞാൻ പഠിപ്പിച്ച മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എടുത്ത ടെക്സ്റ്റുകൾ, ആ ടെക്സ്റ്റും മോക്ക് ടെസ്റ്റും ഒരുമിച്ച് തന്നെ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ പിന്നെയും പിന്നെ റിവൈസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് പഠിച്ച കാര്യങ്ങൾ ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോഴും നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മറന്നു പോകില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം നിങ്ങൾ കണ്ടെത്തി പഠിച്ചു. തലേ ദിവസം പഠിച്ചു നോക്കൊന്നും കിട്ടാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെന്താ പറയാ, ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും പരീക്ഷയ്ക്ക് വേണ്ടി ആരും തരുത്. ടെൻഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോൾ വിചാരിക്കും ഇത്ര ഉള്ളൂ എന്നങ്ങ് വിചാരിച്ചു പോകും. അപ്പൊ അതിനാൽ തന്നെ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻസറിൽ പോയി ചിലപ്പോൾ തെറ്റുത്തരം പോയി ക്ലിക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കാര്യം വെച്ച് ആരും എക്സാം എഴുതണ്ട. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു പ്ലേസിൽ നിങ്ങൾ പോയിരിക്കാൻ, നിങ്ങൾക്ക് വേണ്ട വെള്ളം, നിങ്ങളുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഫുൾ ചാർജ് ഉണ്ടായിരിക്കണം, റേഞ്ച് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഒരിക്കലും അത് ഇതെടുക്കാനോ പോകാൻ നിൽക്കരുത്. ഓക്കെ. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഇവിടെ ഇൻഡിവിജ്വലേറ്റേഴ്സ് അതിന്റെ നിർദ്ദേശങ്ങൾ പറയുന്ന അനുസരിച്ച് ക്യാമറ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അറിയാലോ? ക്യാമറ ഓൺ. നാളെ ഉണ്ടാവും. അശ്വതിന് ക്ലാസ് ഉണ്ടോ? ഞാനല്ല, നാളെ അശ്വതി ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. കേട്ടോ. അപ്പൊ ടെൻഷൻ അടിച്ച് ആരും എഴുതൂലല്ലോ, ഉറപ്പല്ലേ? നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എത്രയും ഉറപ്പ് ഞാൻ തന്നെയല്ല. നിങ്ങൾ കൂളായിട്ട് പരീക്ഷ എഴുതണം. നിർബന്ധമായിട്ട് കൂളായിട്ട് എക്സാം എഴുതാം. ഓക്കെ. എന്തിനാണ് ടെൻഷൻ? അറിയാവുന്ന കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. അറിയാത്ത രീതിയിലൊന്നും വരില്ല. അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇത് അറിയണമെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പൊ ശനിയാഴ്ച തന്നെയുള്ള ഒരു സമയം ഇരുന്ന് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. നല്ലോണം നന്നായിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കുക. എന്നിട്ട് അറ്റൻഡ് ചെയ്യും. നമ്മുടെ നോർമൽ എക്സാം പോലെ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യണം കേട്ടോ. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പരീക്ഷ എഴുതണം. ഓൺലൈൻ ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ തമാശയായിട്ട് എഴുതരുതായിരുന്നു. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എത്ര മാർക്ക്? 50 മാർക്ക് എല്ലാം കൂടി, പാർട്ട് 1 പാർട്ട് 2 എല്ലാം. അതിൽ ഇംഗ്ലീഷിന് 10 മാർക്കിന്റെ എന്റെ ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ. എന്റെ ഭാഗത്ത് ഞാൻ ഉറപ്പ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചോദ്യം ചോദിക്കില്ല. കൺഫ്യൂസ്ഡ് ആയിട്ടാണ് സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷെ അങ്ങനെ ചോദിച്ചിട്ട് എന്തിനാന്ന് വിചാരിച്ചു. നിങ്ങൾ കിടന്ന് അവിടെ കിടന്ന് സൈക്കോളജി കിടന്ന് ഭയങ്കരല്ല. അത് സൈക്കോളജി ചോദ്യങ്ങൾ കുറച്ച് രസകരമായിട്ട് ഇടണം. നമുക്ക് തല പുകയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം. പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആയിപ്പോയി. ക്വസ്റ്റ്യൻ നമ്പറൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടോ. സെറ്റാണ്.
നിങ്ങൾക്ക് എഴുതിയാൽ മതി ഇനി. ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസും കൂടെ വന്നാൽ ആകെ ഒരു ടെൻഷനായി മിസ്സേ. പഠിക്കാനുള്ള ടൈം ഒട്ടും കിട്ടിയില്ല. കുഴപ്പമില്ല, അനു എഴുതാൻ പറ്റും. എല്ലാവരും കേട്ടോ, എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. വിഷ് യു വെരി ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, എല്ലാവരും എഴുതുന്നില്ലല്ലോ എക്സാമിന്റെ. സൈൻ ഔട്ട് പറയട്ടെ മിസ്. ഐശ്വര്യ എഴുതുന്നുണ്ടെന്നാ പറഞ്ഞ മിസ്സേ. പറ്റുവാണെങ്കിൽ ആണെങ്കിൽ എഴുതും. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണോ എത്ര സമയം ക്ലാസ് പോയത്? ഇല്ലല്ലോ. ഇല്ല മിസ്സേ. മിസ്സേ പോർഷൻ തീർക്കാൻ വേണ്ടിട്ടല്ലേ. ഒരു കുഴപ്പമില്ല മിസ്സേ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മിസ് അർഷിത. Thank you, Miss. Very informative class. Thank you all for attending the class. Once again, thank you all. Sign out by Ashita. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് വരെ എഫേർട്ട് എടുത്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് മിസ്സേ. പോർഷൻ തീർക്കാൻ വേണ്ടിട്ട്. എനിക്ക് പേടിയായിരുന്നു. നിങ്ങൾ ഇരിക്കും. നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ കുട്ടികളെ 3:30-ക്കോ അങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ളവരാണെങ്കിൽ പണിയാവൂലേ. പിന്നെ തീർക്കേണ്ട ഇങ്ങനെ ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങളായതുകൊണ്ടാണ്. നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മിസ്. Thank you, താങ്ക് യു മാം. അപ്പൊ പഠിക്കാം നന്നായിട്ട്.